നമുക്കിന്ന് കേൾക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവ്. നിങ്ങൾക്ക് ആ വചനങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഒരു നിമിഷം എന്ന് റെഡി ആയിക്കോട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ വലിയ കൃപകൾക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. വൻ കാര്യങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ പറഞ്ഞ, അനന്തരം യെരൂശലേമിനെ സമീപിച്ചു ഒലിവ് മലയരികെ ബേത്സദയിലെത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും അതിന്റെ കുട്ടിയെ നിങ്ങൾ ഉടനെ കാണുമെന്ന് അവയെ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. നമുക്കറിയാം ഈ സന്ദർഭം മത്തായിയുടെ സുവിശേഷം വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കർത്താവ് യെരൂശലേമിന്റെ അടുത്തെത്തിയ സമയത്ത് പെട്ടെന്ന് അതുവരെ യേശുക്രിസ്തു പറയാത്തൊരു കാര്യം കർത്താവ് അവിടെ വെളിപ്പെടുത്തുവാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അടുത്ത ഗ്രാമത്തിൽ ചെന്ന് നോക്കുക. അടുത്ത 2 വീട് കഴിഞ്ഞെന്നല്ല പറഞ്ഞേക്കുന്നത്, അടുത്തൊരു ഗ്രാമത്തിലേക്ക് ചെല്ലുക. നമ്മൾ ആ വാക്കുകൊണ്ടോ ഒലിവ് മലയുടെ സമീപം എത്തിയപ്പോൾ, ബേത്സദ എത്തിയപ്പോൾ യേശു ശിഷ്യന്മാരെ വെച്ച്, നിങ്ങൾ എതിരെയുള്ള ഗ്രാമം, അതായത് നിങ്ങൾ എതിരെയുള്ള ഒരു ഗ്രാമത്തിലോട്ട് ചെല്ലണം. അവിടെ ചെന്നിട്ട് നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് 2 കഴുതയെ നിങ്ങൾ അവിടെ കാണും. ആ കഴുതയെ നിങ്ങൾ കാണുമ്പം അതിൽ ആ 2 കഴുതയും ഒരു പെൺകഴുതയും അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ എന്താ പറയുന്നത് കുട്ടി കഴുതയെ നിങ്ങൾ കാണും. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ അഴിച്ചുകൊണ്ട് വരുവിൻ എന്ന് യേശു ക്രിസ്തു തൻ്റെ 2 പേരെ ശിഷ്യന്മാരെ അയക്കുവാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവരവിടെ പുറപ്പെട്ടു പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവരാ കഴുതയും കൂട്ടിക്കൊണ്ട് വരുന്ന രംഗം നമുക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ വാക്യം അവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ആമേൻ. നോക്കുക, അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ വചനത്തിൽ പറഞ്ഞു, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് അവിടെ കെട്ടിയിരിക്കുന്ന പെൺകഴുതയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും, അവയെ അഴിച്ചുകൊണ്ട് വരുവിൻ. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുവാണ്, ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ ഇത് കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ, തൽക്ഷണം അവയെ അയക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്ത് താമസിക്കുമ്പോൾ തിരുവനന്തപുരത്തുനിന്ന് തിരുവനന്തപുരം ടൗണിൽ നിന്ന് നിങ്ങളിപ്പം പാളയത്തിലോട്ടോ അല്ലെങ്കിൽ എറണാകുളം ടൗണിലുള്ള വ്യക്തികൾ ഏതെങ്കിലും തൃപ്പൂണിത്തറയിലോട്ടോ കോട്ടയത്തുള്ളവർ അവിടുന്ന് ചിങ്ങവനത്തോട്ടോ ഒക്കെ പോയിട്ട് ഏതെങ്കിലും വീട്ടിൽ പോയി, അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വിലപിടിപ്പുള്ള ഒരു സംഭവമാണ് കഴുത. നമ്മൾ ഇന്നത്തെ കാറ് പോലെ അന്ന് ആൾക്കാർ പോകാനും വരാനും ലഗേജ് കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്നതാണ് കഴുതകളെ. അപ്പം ഇച്ചിരി എക്സ്പെൻസീവ് ആയതുകൊണ്ട് അവയെ കെട്ടിയിട്ടിരിക്കുക, ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു വീടിന്റെ വാതിക്കെ ഒരു കഴുതയും അതിന്റെ കുട്ടിയെയും കെട്ടിയിരിക്കുമ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം? അവയെ അഴിച്ചുകൊണ്ട് വരണം. അപ്പൊ എൻ്റെ ചോദ്യം, നിങ്ങളുടെ വീട്ടിൽ വന്ന് ആരെങ്കിലും നിങ്ങളുടെ കഴുതയോ ആടിനെയോ പശുവിനെയോ വെറുതെ വന്ന് അഴിച്ചാൽ നിങ്ങൾ അവയെ അവർക്ക് വിട്ടുകൊടുക്കുവോ? ഒന്ന് പറയാവോ? ഇല്ല, വിട്ടുകൊടുക്കത്തില്ല. നിങ്ങൾ കൊടുക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു മനുഷ്യൻ പോലും അത് ചെയ്ത്. പിന്നെ എന്തുകൊണ്ടായിരിക്കും യേശു ക്രിസ്തു അത് പറയാൻ കാരണം? അവിടെ ചെന്ന് അതിനെ അഴിച്ചുകൊണ്ട് വരണം എന്ന് യേശു പറയാൻ കാരണം? ഇവിടെയാണ് നിങ്ങൾ വചനത്തെ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. വചനത്തെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ്. അപ്പം ഇവിടെ ശിഷ്യന്മാരെന്ത് ചെയ്യുന്നു? ആ 2 പേര് അവിടെ പോയിട്ട് ആ കഴുതക്കുട്ടിയെ അഴിച്ചോണ്ട് വരുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ ചോദിക്കുകയാണ്, നോക്കിയേ, ഉടമസ്ഥൻ ചോദിക്കുകയാണ് അതിനെ എന്തുകൊണ്ടെന്നും അതിനെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകണം, ആരാ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തു മറുപടി പറയും എന്ന് ശിഷ്യന്മാര് ചിലപ്പോൾ പ്രതീക്ഷിക്കുമായിരിക്കും അല്ലേ? പക്ഷെ അവരും എന്ത് ചെയ്തില്ല? യേശുവിനോട് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. അവർ നേരെ എന്ത് ചെയ്തു? യേശു പറഞ്ഞതുപോലെ തന്നെ അടുത്തുള്ള ആ ഗ്രാമത്തിൽ ചെന്നിട്ട് അവിടെ എന്ത് ചെയ്തു? യേശുക്രിസ്തു പറഞ്ഞതുപോലെ അവരെന്ത് ചെയ്തു? ആ കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് വരുന്നു. ഉടനെ നോക്കിക്കേ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനൊന്നും ആളില്ല, അതുകൊണ്ടാണ് ട്രാൻസ്ലേഷൻ ഇല്ലാത്തത്. ഇപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഞാൻ ഇന്ന് നമുക്ക് പ്രെയർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം കമൻറ്റ് ചെയ്യുന്നതോടെ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നോക്കുക,
അപ്പൊ ഒരു പട്ടണത്തിൽ ചെന്ന് വെറുതെ ഒരാള് ഈ ഒരു സംഭവം തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആടിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തെ അഴിച്ചു കഴിഞ്ഞാൽ ആരും എന്ത് ചെയ്യത്തില്ല, അവർ വിട്ടുതരത്തില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും, ആ കഴുതക്കുട്ടിയെ അവരഴിച്ച് നിങ്ങൾക്ക് തന്നു വിടും. അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ശിഷ്യന്മാര് പോകുമ്പോഴും യേശു പോകുമ്പോഴും എന്തുകൊണ്ടാണ് അവരുടെ മനസ്സിൻ്റെ അകത്തൊരു ചിന്ത വരാത്തത്? യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നത്, ഇവർക്ക് ഉള്ളിൽ ഒരു യേശുവിന് ഒരു സംശയമില്ല, പോകുന്ന ശിഷ്യന്മാർക്ക് ഒരു സംശയമില്ല. അവരവിടെ ചെന്ന ഉടനെ എന്ത് ചെയ്തു, ആ കഴുതക്കുട്ടിയെ അഴിച്ചു. ഉടനെ പറയുകയാണ്, എന്തെങ്കിലും ചോദിച്ച ഉടനെ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമാണ്. ഇവിടെ രണ്ട് വിശ്വാസമാണ്. ഒന്ന്, യേശു ക്രിസ്തു വന്നിരിക്കുന്നത് യേശു ക്രിസ്തുവിന് ഒരു ബോധ്യമുണ്ട്. രണ്ട്, ഈ പോയവർക്ക് യേശു ക്രിസ്തുവിനൊരു വിശ്വാസമുണ്ട്. എന്നോട് പറഞ്ഞോട്ടെ, രണ്ട് വിശ്വാസം ഉണ്ടെന്ന് പറ. രണ്ട് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. ആമേൻ. എന്താണ് ഈ രണ്ട് വിശ്വാസം? അപ്പൊ നാളെ മുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ നിങ്ങൾ പ്രെയർ ലൈനിലെങ്കിലോ വാട്സാപ്പിലോ മെസ്സേജ് അയക്കണം. ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ആളുകൾ, തയ്യാറായിട്ടുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നോക്കുക, ഇവിടെ വചനത്തിൽ പറയുന്നു, നിങ്ങളോട് ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ എന്ന് പറഞ്ഞു. കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നമ്മളെല്ലാവരും ബൈബിൾ വായിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ബൈബിൾ വിശ്വസിക്കുന്നത് വളരെ കുറവാണ്. ബൈബിൾ വിശ്വസിക്കുന്നവർ വളരെ കുറവാണ്. വിശ്വാസികളുടെ ഇടയിൽ 100-90% ആളുകളും ബൈബിൾ വിശ്വസിക്കാത്തവരാണ്. ഞാൻ എന്തുകൊണ്ടത് പറയാൻ കാരണം, നമുക്ക് ബൈബിളിലെ വാക്യങ്ങളെല്ലാം കാണാപ്പാടെ അറിയാം. രക്ഷിക്കപ്പെട്ടു, നമ്മൾ സ്നാനപ്പെട്ടു. പക്ഷെ ഇന്നും നമ്മൾ വചനത്തെ വേണ്ടതുപോലെ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞു തരാം. ഇവിടെ യേശുക്രിസ്തു ഈ കാര്യം യെരുശലേമിനടുത്ത് ഒലിവുമലയ്ക്ക് ബേത്ഫഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചിട്ട് പറയുകയാണ്, നിങ്ങളെ ഗ്രാമത്തിൽ ചെന്ന് കഴുതയെ അഴിച്ചുകൊണ്ട് വാ. അതിന്റെ കാരണം സെക്കരിയാവിന്റെ പുസ്തകത്തിന്റെ അകത്ത് 9-ാം വാക്യത്തിൽ പറഞ്ഞ വാക്യത്തിന്റെ പ്രവചന നിവർത്തിയാണ്. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചുല്ലസിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺ കഴുതപ്പുറത്ത് കുട്ടിയായ ചെറു കഴുതപ്പുറത്തേക്കും വരുന്നു. നോക്കിക്കേ, അപ്പൊ ഈ പ്രവചനം യേശു ജനിക്കുന്നതിന് മുമ്പേ 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ടതാണ്. യേശുക്രിസ്തു എന്ത് ചെയ്യും, ഈ കഴുതപ്പുറത്ത് കയറി വരും, ഈ പെൺകഴുത. അപ്പൊ ആ സമയമായപ്പോൾ യേശു അത് റിവീൽ ചെയ്യുകയാണ്. ഞാൻ ആ പറഞ്ഞ 100 ഒന്നാലോചിച്ചപ്പോൾ എന്റെ ചിന്ത ഇതാണ്, ഈ സെക്കരിയാവൊക്കെ ഈ വചനം എഴുതുന്ന സമയത്ത് എനിക്കറിയാം മലാക്കി മുതൽ മത്തായി വരെ 400 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. മലാക്കി മുതൽ മത്തായി വരെ ഇരുണ്ട കാലഘട്ടം എന്നാണ് ബൈബിൾ അറിയപ്പെടുന്നത്, ഇരുണ്ട കാലഘട്ടം. അപ്പൊ അതിന് മുമ്പ് അപ്പൊ സെക്കരിയാവ് പിന്നെയും പുറകോട്ട് പോവാ. മലാക്കി മുതൽ മത്തായി വരെ 400 വർഷം പഴക്കമുണ്ട്, ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ സെക്കരിയാവ് പിന്നെ ഒരു കണക്ക് ഞാൻ പറയുവാണ്, ഞാൻ ചിലപ്പോൾ പറയുന്നത് തെറ്റായിരിക്കും കണക്ക്, എങ്കിലും ഒരു കണക്കെ പിടിച്ചാലും പോകരുത്. ഒരു 300 കൊണ്ട് ഞാൻ ഇടും. 4 3 7 കൂട്ടിക്കോ, പോട്ടെ. ഒരു 4 2 2 6 600 വർഷം കൂട്ടിക്കോ. അപ്പൊ 600 വർഷം മുമ്പ് ഈ കഴുതയെയും കഴുതക്കുട്ടിയെയും സെക്കരിയാവ് കണ്ടിരിക്കുന്നു. നോക്കിക്കേ, സെക്കരിയാവ് ഇന്ന് യെരുശലേമിൽ നിൽക്കുന്ന യേശു, അല്ലെങ്കിൽ ആ കഴുതപ്പുറത്തേക്ക് കയറാൻ നിൽക്കുന്ന യേശു നിൽക്കുന്ന കഴുതയെ 600 വർഷങ്ങൾക്ക് 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സെക്കരിയാവ് പറയുകയാണ്, നോക്കിക്കേ, സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ സന്തോഷിക്കുക, യെരുശലേം പുത്രന്മാരെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് കുതിരപ്പുറത്തല്ല, നിന്റെ രാജാവ് രഥത്തിലല്ല, നിന്റെ രാജാവ് എന്ത് ചെയ്യുന്നു, ജയശാലിയും താഴ്മയുള്ളവനായി കഴുതപ്പുറത്തും. പെൺകഴുത, വാക്കുകൊണ്ടോ എന്തോ ഒരു ക്ലാരിറ്റി ഉള്ള പ്രവചനമാണെന്ന് നോക്കിക്കേ. ആണാണോ പെണ്ണാണോ കഴുത? കറക്റ്റ് പറയുന്നു, പെൺകഴുത. പെൺകഴുത മാത്രമാണോ, അതിന്റെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കൂടെ കയറുന്നുണ്ട്. ആമേൻ. നോക്കിക്കേ, അപ്പൊ പെൺകഴുത, കുട്ടിക്കഴുത, കറക്റ്റായിട്ട് സെക്കരിയാവ് പ്രവചിക്കുന്നു. അപ്പൊ നമ്മൾ ദൈവവചനത്തെ എത്രത്തോളം ദൈവമക്കളെ ദൈവ സന്നിധിയിൽ നമ്മൾ വിശ്വസിക്കണം. നോക്കിക്കേ, ഇതാണ് ഫ്യൂച്ചറാണ്. സെക്കരിയാവ് നിൽക്കുന്ന സംഭവം, സെക്കരിയാവ് നിൽക്കുന്ന സമയത്ത് ഈ കഴുത ജനിച്ചോ ഇല്ലയോ? നിങ്ങൾ പറ. സെക്കരിയാവ് എഴുതുമ്പോ കഴുത ജനിച്ചോ? കഴുതയുടെ
എത്രയാ, 100 കണക്കിന് പിതാക്കന്മാര് ആ സമയത്ത് ജനിച്ചിട്ട് പോലുമില്ല. അതിന്റെ ഓണർ ജനിച്ചിട്ടില്ല. ഇവിടെ ശിഷ്യന്മാര് പോയി ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു വീട് അവിടെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷെ ഇതിനേക്കാൾ മുമ്പ് ദൈവത്തിന്റെ വചനത്തിലൂടെ പ്രവചിച്ചു പറയുകയാണ് എന്താ സംഭവിക്കാൻ പോകുന്നത്. യേശുക്രിസ്തു കഴുതപ്പുറത്തേക്ക് കയറാൻ വേണ്ടി പോകുന്നത് പെൺ കഴുത. അപ്പൊ ആ സമയമായപ്പോൾ യേശു റിവീൽ ചെയ്യുകയാണ്, ഓടിപ്പോയി കഴുത അഴിച്ചോണ്ട് വാ, ഓടിപ്പോയി കഴുതനെ അഴിച്ചോണ്ട് വാ എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് സംശയിക്കാതെ പോയതിന് കാരണം അവർക്കറിയാം, യേശു പൊട്ടച്ചൊല്ലോ കളിവാക്കോ ഭോഷ്കോ പറയുന്നയാളല്ല. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു നന്മ അവിടെ ഉണ്ട്. നോക്കിക്കേ, 2 തരം പ്രവചനമാണ്. ഒന്ന് സെക്കരിയാവ് പറഞ്ഞ പ്രവചനത്തെ യേശു അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ തെളിവ്. 2 യേശു പറഞ്ഞ കാര്യം നടക്കുമെന്ന് ശിഷ്യന്മാരുടെ ഉറപ്പ്. ഹല്ലേലൂയ. ഇവിടെ 2 സ്ഥലവും നമ്മൾ കാണേണ്ടത് ദൈവത്തിന്റെ വചനം എത്ര വിശേഷപ്പെട്ടതാണ്. ആമേൻ. നമ്മുടെ ഭാവിയിൽ എന്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, കർത്താവേ എനിക്ക് നല്ലൊരു ശുഭഭാവി ഉണ്ടാകണം. തെറ്റായ പ്രാർത്ഥനയാണ് പ്രിയരെ, തെറ്റായ പ്രാർത്ഥനയാണ്. ശുഭഭാവി ഉണ്ടാകണേ നമ്മൾ അല്ല, ശുഭഭാവി ഉണ്ടെന്ന് ബൈബിളിൽ പറയുന്നു. ഏതാ നമ്മൾ പറയത്തില്ലേ, നമ്മൾ 91 സങ്കീർത്തനത്തിൽ ഏറ്റവും ഒടുവിൽ പറയും, ഞാൻ ദീർഘായുസോടെ ഇരുന്ന് ദൈവത്തിന്റെ രക്ഷ കാണും. ദീർഘായുസ് കണ്ടോ, പെടുമരണമല്ല നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. ഏതോ രോഗം വന്ന് മരിക്കുമ്പോൾ നല്ലവിടെ പറയുന്നത് ദീർഘായുസോടെ ഇരുന്ന്. കണ്ടോ, സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ ജീവനുള്ളവർ ദേശത്ത് യഹോവയുടെ നന്മ കാണും. ആവർത്തന പുസ്തകം പറഞ്ഞു ഉയർച്ച തന്നെ പ്രാപിക്കും. ഉൽപ്പത്തി പുസ്തകം പറഞ്ഞു നീ ഒരു അനുഗ്രഹമാണ്. കണ്ടോ, അപ്പൊ ഇത് സത്യമാണോ? സത്യമാണെന്നുള്ളതിന്റെ തെളിവാണ് സെക്കരിയാവിൽ തുടങ്ങിയ യാത്ര മത്തായിൽ എത്തി നിൽക്കുമ്പോഴേക്ക് യേശു പറയാണ്, പണ്ടങ്ങാണ്ട് സെക്കരിയാവ് അവിടെ പറഞ്ഞിട്ടുണ്ട്, സെക്കരിയാവ് പണ്ടങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കഴുതയെ കിട്ടുമെന്നും കഴുത കുഞ്ഞുണ്ടെന്നൊക്കെ. ഒരു കാര്യം ചെയ്യും, പത്രോസ് യോഹന്നാൻ നിങ്ങൾ പോയി നോക്ക്, ചിലപ്പോൾ കഴുതയെ കണ്ടാലോ, ചിലപ്പോൾ കഴുതയെ കിട്ടിയാലോ എന്നാണ് അവർ പറഞ്ഞത്. ഒന്ന് പറഞ്ഞാണോ? ഇവിടെയാണ് വചനത്തിൽ ഉറപ്പുള്ളവരാകണം. യേശു പറഞ്ഞ വാക്കുകൊണ്ട് നിങ്ങൾ അവിടെ ചെല്ലണം. നോക്കിക്കേ, ഇവിടെ വാക്കുകൊണ്ട് അനന്തരം യെരൂശലേമിന് അടുത്ത് സംഭവിച്ചപ്പോൾ ഒലിവ് മലയരികെ ബെഥേസ്ദയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരേക്കുന്നു ബേത്ഫഗിലെ കേട്ടോ, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. ഇനി നോക്കിക്കേ, അവിടെ പണ്ടങ്ങാണ്ട് സെക്കരിയാവ് പറഞ്ഞിട്ടുണ്ട് ഒരു കഴുതയോ കൊച്ചിനെയോ കാണുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യ്, പോയി നോക്ക്. നീ അഥവാ കണ്ടാല് ഓണറിന്റെ കാലോ കയ്യോ പിടിച്ചോണ്ട് എന്ത് ചെയ്യുക, ആ കഴുതക്കുട്ടിയെ കൊണ്ടുപോവാ. ഇനി തന്നില്ലെങ്കിൽ ബലം പിടിച്ചോണ്ട് വാ, ഇനി എന്നിട്ടും തന്നില്ലെങ്കിൽ കാശ് കൊടുത്ത് മേടിക്ക് എന്നാണോ യേശു പറഞ്ഞത് പ്രിയരെ? യേശു പറയുവാണ് അഴിക്കുക. അപ്പൊ അഴിക്കുമ്പോ ഓടി വരും അടുത്ത ഉടമസ്ഥൻ. നിങ്ങൾ എന്തിനാണ് ഈ കഴുതയെ അഴിക്കുന്ന ചോദിക്കുമ്പോ കേട്ടോണേ, ഉടനെ പറഞ്ഞത് ഗുരുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പൊ എന്റെ ചോദ്യം, ഏത് ഗുരു എന്ന് എന്തുകൊണ്ടാ പുള്ളി ചോദിക്കാഞ്ഞത്? എന്തുകൊണ്ട് ആ വീടിന്റെ ഓണർ ഏതാ നിങ്ങളുടെ ഗുരു? നിങ്ങൾ എവിടുന്ന് വരുന്നവരെ വയ്ക്കുന്ന കാര്യം എന്തുവാ? ഇവർ 2 പേരും വിശ്വാസത്താൽ അഴിക്കുമ്പോ തന്നെ ആ ഓണറുടെ ഹൃദയം തമ്പുരാൻ മാറ്റി. കണ്ടോ, ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വാസത്താൽ അവരവിടെ പോയി നിൽക്കുക. ദൈവമേ, കഴുതയെ ആദ്യം പോയി ഞാൻ ചിന്തിക്കുക, വാതിൽ മുട്ടിയിട്ട് ഓണറോട് പറയാം, ഞങ്ങളെ യേശു എന്ന് പറയുന്ന ഒരു ഗുരുവുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ട് വരുവാണ് കേട്ടോ, ഒരു കഴുതയെ തരാവോ ചോദിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പുള്ളി ഓടിച്ചേനെ. പക്ഷെ അവർ വിശ്വാസത്താൽ അതിന്റെ കയർ അഴിച്ചു. നോക്കിക്കേ, അതിന്റെ കെട്ട അഴിക്കുന്നത് കണ്ടപ്പോഴാ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു കഴുതയും അതിന്റെ കുട്ടിയെ നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചുകൊണ്ട് വരിക. അഴിച്ചുകൊണ്ട് വരുമ്പം നിങ്ങളോട് ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ കണ്ടോ. അപ്പൊ ശിഷ്യന്മാർ എന്ത് ചെയ്തു? ആദ്യം അവർ വീടിന്റെ വാതിൽ മുട്ടിയില്ല, അവരവിടെ പോയി കോളിംഗ് ബെൽ അടിച്ചില്ല, അവരവിടെ പോയിട്ട് എക്സ്ക്യൂസ് മീ എന്ന് ചോദിച്ചില്ല. പകരം ആദ്യം അവർ വിശ്വാസത്താൽ അഴിച്ചു. കണ്ടോ, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയരെ, സാഹചര്യം നോക്കുമ്പോഴല്ല നമ്മൾ ജീവിക്കേണ്ടത്. പകരം കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കണം. ആമേൻ. ഇവിടെ ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവർ ഓടിച്ചെന്ന് ഉടനെ കയറഴിച്ചു. അതിന്റെ കാര്യം യേശുവിലുള്ള വിശ്വാസം. കണ്ടോ, യേശുവിലുള്ള വിശ്വാസം. എന്താണ് യേശുവിലുള്ള വിശ്വാസം?
യേശുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ ഇവിടുന്ന് പോകുമ്പോഴേ ഇവരുടെ അകത്ത് മനസ്സ് പറയും. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവരുടെ മനസ്സ് ചിലപ്പോൾ പറയുമായിരിക്കും, എൻ്റെ ദൈവമേ, വല്ലോ വീട്ടിലും പോയി വല്ലവരെയും കഴുതി അയച്ചാൽ തല്ല് കിട്ടത്തില്ല എന്ന് മനസ്സ് പറയുമ്പോൾ, ഇല്ല, അവിടെ ഒരു വാക്കുണ്ട്, യേശു പറഞ്ഞതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്, കേട്ടോ. ആമേൻ. കാര്യം യേശു ഇത് വെളിപ്പെടുത്തുന്നത് സെഖര്യാവ് പ്രവചിച്ചത് കൊണ്ടാണ്. ആരാ സെഖര്യാവ്? ആരുമല്ല. പിന്നെ ആരാ സെഖര്യാവ്? പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ട മനുഷ്യൻ. അപ്പൊ സാധാരണ ഒരു സെഖര്യാവാണോ? അല്ല, ആത്മാവിനാൽ പ്രവചിച്ച സെഖര്യാവിന്റെ വാക്കാണത്. ആമേൻ. ഓക്കെ. അപ്പൊ നമ്മൾ വചനം വായിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം, ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ വായിക്കുന്ന സമയത്ത്, കർത്താവെ, ഇപ്പൊ ബൈബിളിൽ ഒരു വചനം കണ്ടുപിടിക്കുന്നു വിചാരിച്ചു. ഞാൻ എപ്പോഴും പറയാറില്ല, എനിക്ക് ദൈവാത്മാവ് തന്നൊരു വെളിച്ചം എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ വചനം പ്രവർത്തിക്കുന്നു. നമ്മളെല്ലാവരും പ്രസംഗം കേൾക്കുന്നവരല്ലേ, പ്രസംഗം എല്ലാം കേട്ട് നമ്മൾ കോരിത്തരിക്കുന്നവരാണ്, പ്രസംഗം കേട്ട് നമ്മൾ എൻകറേജ് ആകുന്നവർ. പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, പ്രസംഗം കേട്ട് എൻകറേജ് ആകുക മാത്രം ചെയ്യാതെ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 2 ശിഷ്യന്മാരെ പോലെ നിങ്ങളാകണം. അവർ കാണിച്ചത് എന്തുവാ? അവരവിടെ ചെന്നിട്ട് യേശു പറഞ്ഞ് 2 ശിഷ്യന്മാരയച്ചു. അവരാരാന്ന് പറയുന്നില്ല, കേട്ടോ. അവരാരാന്ന് പറയുന്നില്ല. എങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, വിശ്വാസമുള്ളവരാ. കാരണം അവർക്ക്, നമുക്കറിയാം, നിങ്ങളിപ്പം എന്ത് ചുമ്മാ അത് മനസ്സിലാക്കാൻ വേണ്ടി ഇമാജിൻ ചെയ്യാൻ പറയാം. നിങ്ങളുടെ അയൽവക്കത്തെ വീട്ടിൽ പോട്ടെ, അയൽവക്കത്തെ വീട് വേണ്ട, അടുത്ത പട്ടണത്തിൽ, അടുത്തൊരു ജില്ലയിൽ പോയിട്ട് ഏതെങ്കിലും വീട്ടിൽ നല്ല ഒന്നാന്തര ആട് അവിടെയുണ്ട്, കറവയൊക്കെ ഉള്ള ആടോ പശുവുണ്ട്. ഓടിച്ചെന്ന് നിങ്ങൾ ആ പശുവിനെ അഴിക്കാൻ പറഞ്ഞ എന്നാ പേടിയാ നമുക്കല്ലേ? കൈവറക്കത്തില്ല. ദൈവമേ, നാട്ടുകാർ കണ്ട തല്ലിക്കൊല്ലും. കള്ളനാന്ന് വിചാരിച്ച് എന്ത് കെട്ടിയിട്ട് തല്ലും. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വരും, കള്ളനെ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ? നമ്മുടെ മനസ്സിൽ മൊത്തം അതല്ലേ വന്നത്. ശിഷ്യന്മാരുടെ മനസ്സിൽ അതൊക്കെ വന്നേക്കും. ദൈവമേ, നാട്ടുകാർ കെട്ടിയിട്ട് അടിക്കും. കഴുതയെന്ന് പറഞ്ഞാൽ ഒന്ന് വിലപിടിപ്പുള്ളതാണ്. പക്ഷെ അവരെന്ത് ചെയ്തില്ല? അവർ യേശുവിനെ വിശ്വസിച്ചു. കണ്ടോ? സാഹചര്യങ്ങളെ നമ്മൾ നോക്കരുതേ പ്രിയരെ. ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു, ആ വചനത്തെ മുറുക്കെ പിടിക്കുമ്പോൾ ആ വചനത്തിന്റെ അകത്ത് അനുകൂലമായ സാഹചര്യങ്ങളെ ദൈവം ഉളവാക്കി തരും. കണ്ടോ? ആ വീട്ടുകാരൻ ചിലപ്പോൾ എതിരും, ചിലപ്പോൾ ദുഷ്ടനായിരിക്കാം, നമുക്കറിയത്തില്ല. ആ വ്യക്തി ചിലപ്പോൾ നല്ല സ്വഭാവക്കാരനായിരിക്കത്തില്ല. അയാൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ആരേലും നിങ്ങളോട് വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയണം, ഉടനടി തൽക്ഷണം അവൻ അതിനെ അയക്കും. കണ്ടോ? ഏത് കർത്താവെന്ന് അവൻ ചോദിക്കുവോ? ഇല്ല. ആരാണ് യേശു എന്ന് ചോദിക്കുവോ? ഇല്ല. തൽക്ഷണം. ഇതാണ് ദൈവപ്രവൃത്തി. ഈ തൽക്ഷണമാണ് ദൈവപ്രവൃത്തി. തൽക്ഷണം. 1, ഒരു പ്രവചനത്തിന്റെ നിവൃത്തി. 2, യേശുവിലുള്ള വിശ്വാസം. പ്രിയരെ, 2 കാര്യമാണ്. 1, വചനം, യേശു. വചനം, യേശു. ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുവിലൂടെ എൻ്റെ ജീവിതത്തിൽ നടക്കും. ആമേൻ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വചനം പഠിക്കുമ്പോൾ 2 രീതിയിൽ പഠിക്കണം. 1, നിങ്ങൾ ഈ പ്രവചനങ്ങൾ ബൈബിളിൽ നിന്ന് പഠിക്കണം. കണ്ടോ? പ്രവചനങ്ങൾ പഠിക്കണം. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും നടക്കാതെ പോയിട്ടുണ്ടോ? ഒന്ന് പറയാൻ പറ്റുമോ? ദൈവം പറഞ്ഞ കാര്യം നടക്കാതെ പോയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും അങ്ങനെയെങ്കിൽ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന വചനം ഇതേപോലെ നടക്കോ ഇല്ല നിങ്ങൾ പറ. അപ്പൊ നിങ്ങൾ ഇനി മുതൽ ശ്രദ്ധിച്ചോണം, എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നിങ്ങൾ ഏത് വചനം വെച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്, ഇന്നലകളിൽ ദൈവം ചെയ്ത വചനങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പറയുന്ന വചനത്തെ ശക്തി കൊടുക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പൊ തലമുറയ്ക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുക, കർത്താവ് പറഞ്ഞു, മക്കളെ യഹോവ തരുന്ന അവകാശം, ഉദരഫലം ദൈവം തരുന്ന സമ്മാനമാണ്. നോക്കിയേ. അപ്പൊ ഈ വചനം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ മൊത്തം, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ജന്മത്തിൽ കൊച്ചുണ്ടാകത്തില്ല, ഡോക്ടർ പറഞ്ഞു എന്തോ പ്രശ്നമാണ്, ഓവറിക്കോ എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നമാണ്, നിങ്ങൾക്ക് ഭയങ്കര വിഷയങ്ങളാണ്, എന്തൊക്കെയോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് മനസ്സിൽ വെച്ചോണ്ട് ഇങ്ങനെ വചനം പറയുമ്പോൾ വചനം പ്രവർത്തിക്കുന്നില്ല, നിരാശയാണ് ഉണ്ടാകുന്നത്. പകരം ഡോക്ടർ പറഞ്ഞ വാക്കിനെ ഒന്ന് കുറച്ചു നേരം മാറ്റി വെച്ചിട്ട്, യഹോവ പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിനക്കൊരു മകനെ തരും. സാറ പറഞ്ഞു 100 വയസ്സായ 90 വയസ്സായ ഭാര്യ, 100 വയസ്സായ അബ്രഹാം, നിർജീവമായി പോയി ഗർഭപാത്രം. പക്ഷെ ദൈവം പറഞ്ഞു നടന്നു കണ്ടോ. അങ്ങനെയെങ്കിൽ ഈ 100 വയസ്സുള്ള അബ്രഹാമിന് കുഞ്ഞുണ്ടായെങ്കിൽ എനിക്ക് എത്ര അധികം. നിങ്ങൾ വചനം പറയുമ്പോൾ ശ്രദ്ധിച്ചോണേ, ഇന്നലകളിൽ ദൈവം ചെയ്ത കാര്യങ്ങളെയും കൂടെ മനസ്സിൽ കൊണ്ടുവന്ന് അതും കൂടെ ഏറ്റു പറഞ്ഞുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ? വചനം പറയാൻ. ഒന്നുകൂടെ പറയട്ടെ,
എന്റെ കൂടെ ഒന്ന് തെളിച്ചു പറഞ്ഞേ. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞേ. ഇന്നലെ ദൈവം എന്ത് പറഞ്ഞുകൊണ്ട് വേണം വചനം നന്മകളെ ഓർത്തുകൊണ്ട് വേണം ദൈവത്തിന്റെ വചനം പറയാൻ. കണ്ടോ? അപ്പൊ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ വചനം പറയുമ്പോൾ നിങ്ങളുടെ സാഹചര്യത്തെ, അത് ഉറപ്പായിട്ട് നമ്മുടെ മനസ്സിൽ വരും. ഇപ്പൊ നിങ്ങളിപ്പോ രോഗത്തിന് രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസർ വന്ന് മരിച്ചുപോയ 100 പേരുടെ മനസ്സിൽ കൊണ്ടുവരും. മറന്നുപോയത് നമ്മൾ, അത് ഓർമ്മയെ പോലും ഇല്ലാത്ത ആൾക്കാരാ. അങ്ങനെ നിങ്ങൾ അതേ രോഗം വന്ന് മരിച്ചുപോയ ആൾക്കാരുടെ എല്ലാ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരും. കണ്ടോ? നിങ്ങൾ അതേ വിഷയത്താൽ ഭാരപ്പെട്ട് തകർന്നു പോയ 100 പേരുടെ ചിത്രം മനസ്സിൽ വരും. അപ്പൊ ഇതും വെച്ചോണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിന്റെ അകത്ത് ഭാരം കയറും. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ഹൃദയം കലങ്ങി പോകരുത്. കണ്ടോ? അപ്പൊ ഹൃദയം കലങ്ങി പോകുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ? അവിടെ വിശ്വാസത്തിന് ശരിക്കും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പകരം യഹോവ ചെയ്ത ഉപകാരങ്ങളെ മറക്കരുത്. കണ്ടോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കാൻ വേണ്ടി വചനവുമായിട്ട് ഇരിക്കുമ്പോൾ ഇന്നലകളിൽ ദൈവം ചെയ്ത പ്രവചനം നോക്കി. ഇപ്പൊ നിങ്ങൾ കണ്ടോ, സെക്കരിയാവ് മുഖാന്തരം പറഞ്ഞു ആ കഴുതക്കുട്ടിയുടെയും പെൺകഴുതയുടെയും പുറത്ത് യേശു കയറി വരുമെന്നുള്ളത് മത്തായിൽ കണ്ടു. അപ്പം ഈ 2 പേര് പോകുമ്പോൾ ഇവരുടെ മനസ്സിൽ മൊത്തം സെക്കരിയാവിന്റെയും യേശു പറഞ്ഞ വാക്കുകൊണ്ട്, പ്രവചനം കിടപ്പുണ്ട്, യേശു പറഞ്ഞ വാക്കുകൊണ്ട്. ഒന്ന് സെക്കരിയാവ് പണ്ട് പറഞ്ഞ കഴുതയെ നമ്മളിപ്പോ കാണാൻ, അയ്യോ എനിക്കത് പറഞ്ഞപ്പോ വലിയത്, സെക്കരിയാവ് പണ്ട് പറഞ്ഞ കഴുതയെ നമ്മൾ കാണാൻ വേണ്ടി പോവാ. 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യേശു കയറാൻ പോകുന്ന കഴുത ഞങ്ങളിപ്പോ കാണാൻ, ഒരു പ്രവചനം കാണാൻ വേണ്ടി പോവാ. അവരുടെ മനസ്സിൽ മൊത്തം സെക്കരിയാവിന്റെ പ്രവചനമാണ്. അവരുടെ മനസ്സിൽ മൊത്തവും യേശു പറഞ്ഞ വാക്കുകളാണ്. കണ്ടോ? അതുകൊണ്ടാണ് കഴുതയെ അയക്കുവാനുള്ള ധൈര്യം കിട്ടിയത്. ആമേ. നമുക്ക് പലപ്പോഴും ധൈര്യം വരുന്നില്ല. കാരണം അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഇനി മുതൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മാറ്റിവെക്കും. മദ്യപാനിയായ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്, എൻ്റെ ബ്രദറെ, എൻ്റെ അയൽവക്കത്തെ വീട്ടിൽ എല്ലാ മദ്യപാനികളും, ഞങ്ങളുടെ പട്ടണം മൊത്തം സോദോം ഗോമോറയ, അങ്ങോട്ട് പോകാതെ, സോദോം ഗോമോറോട്ട് പോകാതെ ആ ദമസ്കോസിന്റെ പടിവാതുക്കൽ വെച്ച് സഭയെ മുടിപ്പിച്ച പൗലോസ് ലീഹായുമായി കൂട്ടിമുട്ടലുണ്ടായി. ഒരിക്കലും മാറത്തില്ലെന്ന് പറഞ്ഞ പൗലോസിനെ മാറ്റിയെടുത്ത യേശു. കണ്ടോ? ജീവിതത്തിൽ യേശുവിനെ അംഗീകരിക്കത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആളുകളെ നശിപ്പിക്കാൻ നടന്ന അധികാര പത്രവും വാങ്ങി മുടിപ്പിച്ച മനുഷ്യനെ യേശു തൊട്ടെങ്കിൽ എൻ്റെ ഭർത്താവിനെ എത്ര അധികം യേശു തൊടും. കണ്ടോ? ഇതൊക്കെ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ. ഇല്ല എങ്കിൽ നമ്മുടെ ഹൃദയം കലങ്ങും. 10 വർഷം കഴിഞ്ഞാലും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. മനസ്സിലായോ? അപ്പൊ എന്തിനാണ് ഇത് പറയുന്നത്? ശ്രദ്ധിച്ചോണം. എന്തുകൊണ്ടാണ് ദൈവം ചെയ്ത കാര്യങ്ങളെ പറ്റി നമ്മൾ പറയുന്നത്, അഥവാ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നത്? എൻ്റെ ഹൃദയത്തെ ബലപ്പെടുത്തണം. കാര്യം ഹൃദയം കലങ്ങിയ, നമുക്കറിയാം, ഈ കലങ്ങി കിടക്കുന്ന വെള്ളം ആർക്കെങ്കിലും കുടിക്കാൻ ആഗ്രഹമുണ്ടോ? കലങ്ങിയ വെള്ളം, കലക്ക വെള്ളം കുടിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? നമ്മുടെ ആഗ്രഹം തെളിഞ്ഞ വെള്ളമല്ലേ പ്രിയരെ? ഇതേപോലെ നമ്മുടെ മനസ്സ് കലങ്ങിപ്പോരുത്. യേശു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിലും വിശ്വസിപ്പിൻ. കണ്ടോ? യേശു പറഞ്ഞ വാക്കില്ലേ? ഹൃദയം കലങ്ങിപ്പോരുത്, എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിലും വിശ്വസിപ്പിൻ. ആമേൻ. അപ്പൊ വിശ്വാസവും കലക്കവുമായിട്ട് ബന്ധമുണ്ട്. ആ വാക്യം എടുക്കാൻ പറ്റും ആർക്കെങ്കിലും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിലും വിശ്വസിപ്പിൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ വാക്യമുള്ളത് നോക്കിക്കേ. ഏതാ? കേട്ടില്ല സിസ്റ്ററെ? യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ വാക്യം, യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ആ വാക്യം ഉള്ളത്. എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിലും വിശ്വസിപ്പിൻ എന്ന് യേശു പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം വാക്യം നോക്കിക്കേ. 14-ാം അധ്യായത്തിന് ഏത് വാക്യായിരുന്നു? നോക്കി നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഒന്ന്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. അപ്പൊ എന്റെ ചോദ്യം, ഈ കലങ്ങുക എന്ന് പറഞ്ഞിട്ട് ഉടനെ വിശ്വാസം വന്നുകൊണ്ടോ? അപ്പൊ ഈ കലക്കം എന്റെ വിശ്വാസത്തെ ബാധിക്കും. ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പലതും പ്രാപിക്കാൻ കഴിയാത്തതിന്റെ കാരണം, ഒന്നാമത്തെ കാരണം കലക്കമുള്ള ഹൃദയം. എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴല്ലേ ഇല്ലാത്ത വിഷയവും സങ്കടമൊക്കെ വരുന്ന? ആണോ അല്ലയോ? പറ.
ആണ് ആ ഫേസ്ബുക്കിൽ കയറുമ്പോഴേക്കും, ആ യൂട്യൂബിൽ കയറുമ്പോഴേക്കും, എന്നാ പറയുന്നത്, ടി വി കാണുമ്പോഴും നമുക്ക് ഒരു പ്രശ്നവും പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴേ കലക്കം മൊത്തം വരുന്നത്, സങ്കടം വരുന്നത്. ആ വിഷയം പ്രാർത്ഥിക്കും അങ്ങോട്ട് ഭാരം വരുന്നതിന്റെ കാരണം ഹൃദയം കലക്കാൻ നോക്കുക. ഉടനെ പറയണേ, ഇന്നലകളിൽ തമ്പുരാൻ ചെയ്ത പ്രവൃത്തികളെ വർണ്ണിക്കണം. അപ്പൊ എന്റെ കലക്കം മാറി തെളിച്ചമുണ്ടാവും, എന്റെ വിശ്വാസം വർദ്ധിക്കും. കണ്ടോ? ആമേൻ. ഇതുകൊണ്ടാണ് ദാവീദ് രാജാവ് അവിടെ എന്ത് ചെയ്തത്? താൻ ഗോലിയാത്തിനെ നേടാൻ വേണ്ടി വന്ന സമയത്ത് പറയുന്നൊരു വാക്കുണ്ട്, ഇന്നലകളിൽ എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, സിംഹത്തെയും കരടിയെയും തകർക്കുവാൻ കൂടെ നിന്ന് എൻ്റെ ദൈവം ഇവനെയും എന്ത് ചെയ്യും? ഇവനെയും കൊല്ലുവാൻ സഹായിക്കും. കണ്ടോ? ദാവീദ് മറന്നുപോയില്ല, കർത്താവേ ഞാൻ വലിയ പ്രതികൂലത്തിന്റെ അകത്ത് അല്ല, ഇന്നലകളിൽ ചെയ്ത കാര്യത്തെ അവൻ ഓർത്തെടുത്തു. ഇന്നലകളിൽ നടന്ന കാര്യങ്ങളെ ഓർത്തെടുത്തു, ബലപ്പെട്ടു. കാര്യം രാജാവ് പോലും പറഞ്ഞത്, നിന്നെ കൊണ്ട് വല്ലതും പറ്റുമോ? സഹോദരന്മാർ പറഞ്ഞ അഹങ്കാരി എന്നാ ചേട്ടൻ വിളിച്ചത്. പക്ഷെ ദാവീദ് പറഞ്ഞു, ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ അഭിഷേകത്താൽ ദൈവം ചെയ്ത കാര്യങ്ങൾ ഇന്നും നടക്കും. ആമേൻ. കണ്ടോ? ഇന്നലകളിൽ തമ്പുരാൻ ചെയ്തത് മറക്കരുതേ, ഇന്നും നടക്കാൻ വേണ്ടി പോവാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധയാത്മാവേ, അങ്ങയുടെ വീര്യപ്രവർത്തികൾക്കായി സ്തുതിക്കുന്നപ്പ. എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധയാത്മാവേ, ഇന്നലെ അഭിഷേകത്തിന്റെ തീ എൻ്റെ മേൽ കത്തട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു, ആലപ്പുഴയിൽ നമ്മുടെ ഒരു പ്രയർ സ്റ്റേഷൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് ആളുകളെ ഞാൻ ആലപ്പുഴ പ്രയർ സ്റ്റേഷനിൽ കണ്ടിട്ടുള്ളൂ. ആലപ്പുഴയുടെ മറ്റ് ഭാഗങ്ങളിലുള്ളവരുണ്ടെങ്കിൽ ഏകദേശം നമ്മളൊരു ഹോള് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. YMC ഹോളാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ആലപ്പുഴയുടെ അടുത്തൊക്കെ ഉള്ളവർക്ക് പ്രയർ സ്റ്റേഷനിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുള്ളവർ അന്യഭാഷാ പ്രാർത്ഥനയും വിടുതൽ ശുശ്രൂഷയും രോഗസൗഖ്യ പ്രാർത്ഥനയും എല്ലാം അവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആലപ്പുഴയിൽ അടുത്തുള്ളവർ അതിൽ പങ്കുചേരാം. അതിനുശേഷം നമ്മൾ പലയിടങ്ങളിലും പ്രയർ സ്റ്റേഷൻ ക്രമീകരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വലിയ കൃപയാൽ വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെസ്സേജ് ഞാൻ ഇന്നലെ വൈകിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പട്ടണത്തിലും അന്യഭാഷാ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒത്തുചേരുവാൻ വേണ്ടി. എത്ര പേർക്ക് ആ മെസ്സേജ് കിട്ടിയായിരുന്നു? റിപ്ലൈ ഞാനത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ ആലപ്പുഴ ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഏതോ ഒരു സഹോദരൻ അത് പാട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് എന്ത് ചെയ്യാത്തത്, ഗ്രൂപ്പുകളെല്ലാം തുറക്കാത്തത്. ഞാൻ ചെയ്യരുതേ എന്ന് പറഞ്ഞത് അതുപോലെ എന്തായാലും ചെയ്തു. ഒന്നും ഷെയർ ചെയ്യരുതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പാട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഗ്രൂപ്പ് എല്ലാം ഞാനത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം ചില ആളുകൾ എന്ത് ചെയ്യും, ചുമ്മാ മെസ്സേജ് ഇടുന്നു. നമുക്ക് ഒന്നാമത് ഫോൺ മുഴുവൻ ഗ്രൂപ്പുകളാണ്. 1500 ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് കുറേ മെസ്സേജ് വന്നുകൊണ്ടിരുന്നാൽ ഫോണും എല്ലാം ഹാങ് ആയി പോകും. അതുകൊണ്ട് ഭയങ്കര വിഷയമുള്ളതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്. വരും ദിവസങ്ങളിൽ ഓരോ ഗ്രൂപ്പുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഒരു ലീഡേഴ്സ് ഞാനിപ്പം ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ശ്രദ്ധിച്ച്, ലീഡേഴ്സായിട്ട് ഞാൻ ലീഡേഴ്സ് എന്ന് പറയാൻ കാരണം എന്താ? ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും ട്രിവാൻഡ്രം മുതൽ നമ്മൾ അന്യഭാഷാ പ്രാർത്ഥന കണ്ണൂർ വരെ വെച്ചിരുന്നു. അപ്പൊ അവിടെ ചില ഇടങ്ങളിൽ നമുക്ക് അന്യഭാഷാ പ്രാർത്ഥന എല്ലാ മാസവും തുടരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ക്രമീകരണം ഞാനത് പറയാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ അന്യഭാഷയിൽ സ്ഥിരമായി വരുന്ന ഒരാള്, 1, 2, 3, 4 പേര് സഹോദരങ്ങള് അതിന്റെ മുൻനിരയിൽ അതൊന്ന് കോർഡിനേറ്റ് ചെയ്യുവാൻ, ആ പ്രാർത്ഥന ഞാനത് നിങ്ങൾക്ക് വേണ്ടി എല്ലാ സമയത്തും എല്ലാ ഇടങ്ങളിലും ഞാൻ നിങ്ങളുടെ ഒപ്പം ലൈവിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും ആ പ്രാർത്ഥനയിലുണ്ട്. അതുകൊണ്ട് ആരാണോ എനിക്കത് മീറ്റിങ്ങിൽ, ഇപ്പോൾ ഈ ദിവസം ഞാൻ ലീഡേഴ്സ് മീറ്റിംഗ് പോലെ ക്രമീകരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മുമ്പിലേക്ക് നിൽക്കുവാൻ താല്പര്യമുള്ള ആളുകൾ, അതിൻ്റെ അർത്ഥം സ്ഥിരമായി ഞാൻ ആ പ്രാർത്ഥന മാസത്തിൽ 1 നമ്മൾ വെക്കത്തുള്ളൂ. ആ ഒരു ദിവസം ഞാൻ കൂടാൻ പറ്റും എന്ന് എല്ലാ മാസവും വരാൻ പറ്റുന്ന 1-2 പേര്. കാര്യം അവരെ ഒരു കാര്യം വേറെ ഏൽപ്പിക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ എന്താ പറഞ്ഞത്, എനിക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ പട്ടണത്തിൽ. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളൊന്ന് മുമ്പിലേക്കൊന്ന് വരിക. ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഒരു ലീഡേഴ്സ് മീറ്റിംഗ് വെക്കുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവേ, പട്ടണങ്ങളെ പിടിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി സ്തുതിക്കുന്നു. ഞാൻ നാളെ 1ാം സ്റ്റാൻഡേർഡിൽ പോവുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
കർത്താവ് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ വലിയ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. നമുക്ക് കർത്താവ് ഞങ്ങൾ ഒത്തിരി ദുഃഖവാർത്തകൾ ദിവസവും കേൾക്കുന്നതാണ്. അപ്പോൾ തലമുറകളെ പറ്റിയുള്ളപ്പോൾ ഞങ്ങൾ തലമുറകളെ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി കുഞ്ഞിൻ്റെ മേലുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് നാളെ പ്രത്യേകിച്ച് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനയുടെ അനിവാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി വാർത്തകൾ എല്ലാ ദിവസവും കേൾക്കുക. കർത്താവ് ദൈവം നമുക്കൊരു അധികാരവും അഭിഷേകം തന്നിട്ടുണ്ട്. അഭിഷേകമൊക്കെ പൊടി പിടിച്ചിരിക്കുക. ഇതൊക്കെ ജ്വലിപ്പിച്ചെടുക്കണം നമുക്ക്. കർത്താവ് ഞാൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നപ്പോൾ നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവേ. കർത്താവ് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ ഓരോ വ്യക്തികളുടെ മേലുണ്ടാകട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഈ പ്രിൻസ് എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ കാണിക്കുക. 14 എന്ന് പറഞ്ഞൊരു നമ്പർ ഈ പ്രിൻസിന് വേണ്ടി പ്രിൻസിന്റെ പേര് വെളിപ്പെട്ടപ്പം 14 എന്നൊരു നമ്പർ എൻ്റെ മനസ്സിലേക്ക് വരുവാണ്. ഈ പ്രിൻസും 14 എന്നുള്ള നമ്പരുമായിട്ട് എന്താണോ ബന്ധം, ആ കണക്ഷനുള്ള പ്രിൻസിന്റെ ഫാമിലി അല്ലെങ്കിൽ ആ പ്രിൻസുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പ്രതികരിച്ച്, സൂമിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം, ലൈവിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താണെന്ന് വെച്ചാൽ വാട്സാപ്പിലോ മറ്റോ കോൺടാക്ട് ചെയ്യാം. ഈ പ്രിൻസുമായി ബന്ധപ്പെട്ട് 14 എന്ന് പറഞ്ഞ നമ്പരുമായിട്ട് കണക്ഷനുള്ള വ്യക്തി 14 എന്നുള്ള കണക്ഷൻ കാണിക്കും. എന്താ എനിക്ക് അറിയത്തില്ല, എന്താണ് ആ കണക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ പറഞ്ഞ് ആ വ്യക്തിക്ക് വേണ്ടി സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ അത്ഭുത കരം ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, ആ പ്രിൻസിന്റെ ഭവനം ദൈവത്താൽ സാക്ഷ്യമാകാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവേ ഞങ്ങളുടെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നു, അസാധാരണമായ ഒരു വിടുതൽ സംഭവിക്കട്ടെ, അസാധാരണമായ മാറ്റം സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. രോഗികളായി ഭാരപ്പെടുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടോ? ശരീരത്തിന്റെ അകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവര്? ബോഡി പെയിൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. രോഗികളായി ഭാരപ്പെടുന്നവരെ ഉണ്ട് ബ്രദർ. പാദത്തിലൊക്കെ വേദന, എരിച്ചില്, പുകച്ചില്, പാദം വേദനയുണ്ട് ബ്രദറെ. ആ ശരീരത്തിന്റെ അകത്ത് വേദനകളാൽ ഭാരപ്പെടുന്നവരെ, രോഗത്താൽ ഭാരപ്പെടുന്നവരെ, കാണാൻ പറ്റുന്ന രോഗം, ഉള്ളറയിലെ രോഗങ്ങൾ, ഏത് രോഗമായിക്കോട്ടെ, ഇന്ന് കർത്താവിന്റെ നാമത്തിൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി നിങ്ങളുടെ ശരീരത്തിന് മേൽ സംഭവിക്കാൻ വേണ്ടി പോകും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പം അനാവശ്യമായിട്ട് സംസാരിക്കുന്നവരെ പൗലോസ് ടി കെ എന്ന് പറഞ്ഞ ആ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാവോ? ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവേ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ രോഗികളായി ഭാരപ്പെടുന്നവരെ ഞാൻ ബ്ലസ് ചെയ്യുന്ന ഈ കൂട്ടത്തിൽ എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, മാക്സി എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കാണുക. മാക്സി, അതൊരു വ്യക്തിയുടെ പേരായിട്ടാണ് കാണുന്നത്. മാക്സി, ആ പേരുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ ആ വ്യക്തിക്ക് വേണ്ടി സ്വീകരിച്ചോണേ. ഒരു ദൈവപ്രവൃത്തി ആ വ്യക്തിയിലൂടെ നടക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതകരമായ ഒരു മാറ്റം കൽപ്പിക്കുന്നപ്പ. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും, അവൻ പല്ല് കടിച്ചു ഉരുകിപ്പോകും എന്നുള്ള വചനത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ മാക്സിക്ക് വേണ്ടി സ്വീകരിച്ചോണേ. ദൈവം നന്മകളാൽ നിറയ്ക്കാൻ വേണ്ടി പോവാ. നന്ദി യേശുവെ. കർത്താവെ, ഞാനിപ്പോൾ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെക്കാവോ? യേശുവെ, ഇപ്പോൾ തന്നെ ആ രോഗത്തിന്റെ മേൽ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ അലർജി ഉള്ളവരെല്ലാം കൈവച്ചു, ദേഹത്തോട് കൈവച്ചു. യേശുവിൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാ. കർത്താവിന്റെ വേദന, കർത്താവിന്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാ. കർത്താവിന്റെ വേദനകൾ ക്രൂശിൽ വഹിച്ചതാ. പറഞ്ഞങ്ങനെ തന്നെ പറഞ്ഞു, കർത്താവിന്റെ വേദന ക്രൂശിൽ വഹിച്ചതാ. കർത്താവിന്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാ. കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പിതാവേ, അങ്ങയുടെ കൃപ ഇന്ന് ശരീരത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. അപ്പ ഇപ്പോൾ തന്നെ കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് അവിടെ വ്യാപരിക്കുന്നുള്ളൂ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവെ, രോഗശക്തിയെ ഞങ്ങൾ പുറത്താക്കുന്നു. ആ രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിന്റെ റൂട്ട് കോസുകളെ ഞങ്ങൾ ഇപ്പോൾ വെട്ടിക്കളയുന്നപ്പ അത് വേരോടെ യേശുവിന്റെ നാമത്തിൽ
പറഞ്ഞു പോട്ടെ. പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ അവകാശമാണപ്പ. ആ വേദനയാൽ ഭാരപ്പെടുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ സ്വന്തം ശരീരത്തിന് കൈയെടുത്ത് വെച്ച് യേശുവിന്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാ. കർത്താവ് നിങ്ങളുടെ വേദനകളെ ക്രൂശിൽ വഹിച്ചതാ. കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, കരത്തിലൂടെ അങ്ങയുടെ അത്ഭുതത്തെ അങ്ങ് തുറക്കുവാണല്ലോ അപ്പൊ. ആ ശരീരത്തിന്റെ മേലെ വേദനകൾ യേശു ക്രൂശിൽ വഹിച്ചതാണല്ലോ അപ്പൊ. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ കമാൻഡ് ചെയ്യുന്നപ്പ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചോട്ടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുന്നില്ല. പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നു യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥിച്ച ആളുകൾ വേഗത്തിൽ ചെക്ക് ചെയ്ത് ശരീരത്തിന്റെ മേൽ വേഗത്തിൽ ചെക്ക് ചെയ്യാവോ? പ്രാർത്ഥിച്ച ആളുകൾ മാത്രം. മ്യൂട്ട് മാറ്റാൻ പറ്റുന്നവർ വേഗത്തിൽ ചെക്ക് ചെയ്ത് എന്താണ് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായ വ്യത്യാസം, അവർ മാത്രം. ഇപ്പം ആ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർ മാത്രം ഇതൊന്ന് ചെക്ക് ചെയ്ത്. അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളത്തിൽ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിന്റെ മേൽ പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ. ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. എന്നാ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. അപ്പോൾ ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ അത്ഭുത കരം കർത്താവ് യേശുവിന്റെ നാമത്തിൽ അവിടെ സംഭവിക്കുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളിപ്പോൾ പറഞ്ഞു മോളുടെ ഭർത്താവ്, മോളുടെ ഭർത്താവ് എന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണ കർത്താവെ. ഞങ്ങളുടെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ കർത്താവ് ഞങ്ങളുടെ വീര്യപ്രവൃത്തികൾ ഉണ്ടാകട്ടെ. ഞാനൊരു വീടിൻ്റെ അകം കർത്താവ് എന്നെ കാണിക്കുക. നമ്മൾ ഈ അടുക്കളയുടെ പണിക്കായിട്ട് കുറേ സാധനങ്ങൾ, അതായത് വീടിൻ്റെ അടുക്കള പണിയാൻ വേണ്ടി അതിൻ്റെ കുറച്ച് ഈ എന്താ പറയുന്നത്, ഈ വാഷ് ബേസിനല്ല, അതിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കുറേ ഇങ്ങനെ ഈ സ്റ്റീലിൻ്റെ കുറേ സാധനങ്ങൾ അടുക്കളയുമായിട്ട് പണിയാൻ വേണ്ടി കുറേ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന ഒരു വീട് ഞാൻ കാണുക, ഒരു അടയാളമായിട്ട് കാണുക. അടുക്കളയിലെ പണിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഒരു വീട്. ഞാൻ ആ ഭവനത്തിൻ്റെ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ സാമ്പത്തിക കുരുക്കിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു ഭവനമാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കരം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഏത് വീട്ടിലാണോ ഇത് ഇറക്കി വെച്ചിരിക്കുന്നത് പണിയാൻ വേണ്ടി, ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ കൃപ ഇന്ന് ആ ഭവനത്തിൽ അടയാളമായിട്ട് കാണിക്കുന്നു. ആ ഭവനത്തിന്റെ അകത്ത് സാമ്പത്തിക കുരുക്കുകൾ ഇന്ന് അഴിയാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞു. അടുക്കള പണിതപ്പം അത് ഊണുമുറിയായിട്ട് തിരിക്കാൻ വേണ്ടി കുറെ ഈ ജാളി പോലുള്ള സാധനം മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പണിയാൻ പറ്റാതെ മേളിൽ മാറ്റി വെച്ചിരിക്കുകയാണ്. സിസ്റ്ററുടെ ഭവനത്തിൽ അതിരിക്കുന്നത്? അതെ അതെ അതെ. അടുക്കളയിൽ ഒന്ന് സൈഡ് മറയ്ക്കാൻ. യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്ന വലിയൊരു സാമ്പത്തിക വഴി ദൈവം തുറക്കാൻ വേണ്ടി പോട്ടോ. ആ കുരുക്കുകളെ കർത്താവ് അഴിക്കുകയാണ്. ഇൻ ദ നെയിം. പറഞ്ഞു. എന്റെ വീട്ടിലും ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നു. അടുക്കള പണിയാൻ വേണ്ടിയാണോ? അടുക്കള പണിയാൻ വേണ്ടി. അന്ന് ഏറ്റെടുത്ത് ഒരേ ആലോചന ഒരേപോലെ വരുന്നവർ ഏറ്റെടുത്തോണേ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ വലിയ പ്രവൃത്തി ഇതൊരു അടയാളമാണ്. അടുക്കള പണിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പകരം ഈ കുടുംബത്തെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി, ആ കുടുംബത്തെ ഒന്ന് അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് ശരീരത്തിന്റെ അകത്ത് എനിക്കൊരു വ്യത്യാസം, ആ പ്രാർത്ഥിച്ചവര്, വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവര്, ശരീരത്തിന്റെ അകത്ത് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ ആളുകളുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് മാറ്റാവോ? ഒരു സൗഖ്യം ശരീരത്തിന്റെ അകത്ത് കാണത്തക്കവണ്ണം ലഭിച്ചവര്, എനിക്കിന്നൊരു
പറയാൻ വേണ്ടിയാണോ? പൂർണ്ണ സൗഖ്യം എനിക്ക് ലഭിച്ചു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടല്ലോ, അവര് മാത്രം ആശ്വാസം. ആ എന്റെ കഴുത്തിന്റെ താഴെയായിട്ട് ഈ ഇടത് ഭാഗത്ത് ഭയങ്കര വേദനയായിരുന്നു, മിന്നുന്നത് പോലെ. ഇപ്പം പ്രാർത്ഥിച്ചതിന്റെ ആ വേദന പോയി. നന്ദി കർത്താവേ, അങ്ങ് സൗഖ്യമാക്കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി പറയുക. ഒന്ന് ചെക്ക് ചെയ്താട്ടെ, എന്താണോ കഴിയാത്ത ബുദ്ധിമുട്ട് ഒന്ന് ചെയ്തു നോക്കുക. കർത്താവ് നിങ്ങളുടെ രോഗത്തെ ക്രൂശിൽ വഹിച്ചിരിക്കുന്നത്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക ഒരടയാളമായിട്ട്. നമ്മുടെ ഈ ചാമ്പയുടെ മരം ഉണ്ടല്ലോ, കയറി വരുന്ന, അതായത് ഒരു വ്യക്തി പുറത്തുനിന്ന് കയറി വരുമ്പോൾ തന്നെ, വീടിന്റെ വെളിയിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ടാണ് ഈ ചാമ്പയുടെ മരം. പക്ഷെ അതിന്റെ മുകൾ വശത്തിന്റെ, അല്ലെങ്കിൽ അതായത് മുകൾ മുതൽ താഴേക്ക് ഒരു വശം വെട്ടിക്കളഞ്ഞ ഒരു അവസ്ഥയാണ് ഞാൻ കാണുന്നത്. അതിന്റെ ആ വെട്ടിക്കളഞ്ഞ ഭാഗങ്ങൾ ഇപ്പോഴും ആ പറമ്പിൽ കിടപ്പുണ്ട്. അതായത് അതിന്റെ ഒരു വശം വെട്ടിയിട്ട് അതിന്റെ ഭാഗങ്ങൾ ഇപ്പോഴും ഒരു പറമ്പിൽ ഇട്ടിരിക്കുകയാണ്. കയറി വരുന്നിടത്ത് തന്നെയാണ് ഈ ചാമ്പമരം ഉള്ളത്. ചാമ്പങ്ങ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് അറിയാമല്ലോ. അതിന്റെ എന്റെ വീടാണ്. ചാമ്പങ്ങ ഉള്ളവരല്ല, ഇത് വെട്ടിയിട്ട് അതിന്റെ മുകൾ തൊട്ട് താഴം വരെ ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോഴും പകുതി അവിടെയുണ്ട്, ബാക്കി ഭാഗം വെട്ടിയത് പറമ്പിൽ തന്നെ കിടപ്പുണ്ട്. അത് ഏത് വീട്ടിലാ? എന്റെ വീട്ടിലാണേ. 3 വീടുണ്ട്. അത് ഞങ്ങളുടെ വീട്ടിലാ. ഇനി കേട്ടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോണി എന്ന് പറയുന്ന ഒരു പേരും കൂടെ കർത്താവ് എന്റെ ഉള്ളത്തിൽ വരിക. ജോണി. ഇതുമായിട്ട്, ഈ ഭവനവുമായിട്ട് റിലേറ്റ് ചെയ്ത് ജോണീനെ കർത്താവ് എന്നെ കാണിക്കും. ഏത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാ ഈ ജോണിയുമായിട്ട് കണക്ഷൻ ഉള്ളത്? ഇന്ന് ആ ഭവനത്തെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി ഒരു ജോണി മുഖാന്തരം, ഒരു ജോണിയെ ദൈവം ഇന്ന് ആ ഭവനത്തിലേക്ക് അയക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് ഏത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഇപ്പോൾ തന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നു. കർത്താവിന്റെ അത്ഭുതകരം ആ ഭവനത്തിന്റെ മേൽ ഉണ്ടായി വരട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഈ താടിയെല്ലിന്റെ ഈ ഭാഗത്ത് ജോയിന്റിന്റെ അവിടെ താഴോട്ട് പെയിനുള്ള, വേദനയുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? താടിയെല്ലിന്റെ താഴോട്ട് കഴുത്തിന്റെ ആ ഭാഗത്തും ആ ഭാഗങ്ങളിൽ വേദനയുള്ള ആളുകൾ ഇതിനകത്തുണ്ടോ? സൂമിലുണ്ടോ? ഉറക്കെ പറയാവോ? ഉണ്ട്. ഒന്ന് കൈ എടുത്ത് വെക്കാവോ സിസ്റ്റർ? അവിടെ ഒന്ന് കൈ എടുത്ത് വെച്ച്. കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്ന, കൈ അവിടെ നിന്ന് മാറ്റില്ല. വേദനയുള്ള ഭാഗത്ത് കൈ വെക്കണേ. എന്റെ യേശു, എന്റെ കൂടെ പറയാവോ? എന്റെ രോഗം യേശു വഹിച്ചതാ, എന്റെ വേദന യേശു ക്രൂശിൽ ചുമന്ന. പറഞ്ഞേ, എന്റെ രോഗം യേശു വഹിച്ചതാ, എന്റെ വേദന യേശു ചുമന്നതാ. കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇനി ഞാൻ വേദന അനുഭവിക്കത്തില്ല, ഇനി ഞാൻ രോഗം അനുഭവിക്കത്തില്ല. കർത്താവിന്റെ അത്ഭുതത്തെ ഞാൻ ഏറ്റെടുക്കുകയാണ്. In the name of Jesus, healing power is moving. ആ വേദനയുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക. അത്ഭുതകരമായ വിടുതൽ സംഭവിക്കുക. അത്ഭുതകരമായ വിടുതൽ സംഭവിക്കുക. അത്ഭുതകരമായ വിടുതൽ സംഭവിക്കുക. ഹീലിംഗ് പവർ ഈസ് മൂവിംഗ്. താങ്ക് യു ലോർഡ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇനി കൈ മാറ്റിക്കേ. എന്തു അവിടെ ഉണ്ടായ വ്യത്യാസം? കൈ മാറ്റിയപ്പം എന്തു അവിടെ വ്യത്യാസം? ഇപ്പൊ പ്രാർത്ഥിച്ചവർക്ക് എന്നാ വ്യത്യാസം ഉണ്ടായത് അവിടെ? കേൾക്കുന്നില്ലേ? കഫം ഇങ്ങോട്ട് വരുന്ന പോലെ തോന്നുക. അന്നേരം ഇപ്പൊ വേദന എങ്ങനെയുണ്ട് സിസ്റ്റർക്ക്? വേദന മാറി. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അടുത്തയാളോ ഒന്ന് ചെക്ക് ചെയ്തേ.
പിന്നെ ബ്രദറെ, ആ ആ വേദന മാറിയിട്ട് പുറത്ത് തോളലിന്റെ അവിടുന്ന് കഷത്തിലോട്ട് ഇങ്ങനെ എന്തോ വലി പിടിക്കുന്ന പോലെ തോന്നുക. വലിഞ്ഞിറങ്ങി പോകുന്ന പോലെ. വലിഞ്ഞിറങ്ങുവാണോ വലിച്ച് പുറകോട്ട് വലിക്കുവാണോ എന്നറിയത്തില്ല. അത് അങ്ങനെ ഒരു ദുഷ്ടപിശാച രോഗശക്തി ഇറങ്ങിപ്പോയതാണ് ശരീരത്തിൽ നിന്ന്. ആ രോഗത്തിന്റെ ശക്തി ഇറങ്ങിപ്പോയതിന്റെ സൈനാണ്. ഇനി ആ ശരീരത്തെ കൈവച്ചിട്ട് പറ, ഇനി എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാന്ന് പറ. ഉറക്കെ പറ. എന്റെ ആത്മാവിന്റെ ആമേൻ. ആലയം. നന്ദി കർത്താവേ. അടുത്ത ആളെ ചെക്ക് ചെയ്യാവോ? മസ്കുറകൾക്കറിയാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്റെ ഉള്ളത്തിൽ അജോ എന്ന് പറയുന്ന തലമുറയുള്ള ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കും. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന അജോ എന്ന് പറയുന്ന ഒരു തലമുറയെ കർത്താവ് സ്പർശിക്കുകയാണ്. ഇന്ന് ആരാണോ അജോ എന്ന് പറയുന്ന തലമുറയുമായിട്ടിരിക്കുന്നത്, ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുകയാണ്. കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടുന്നല്ലോ. ഈ മകനുമായി ബന്ധപ്പെട്ട കുടുംബം ഏതാണോ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നു. ദുഷ്ടപിശാചിന്റെ പ്ലാനുകളെ ബ്രേക്ക് ചെയ്യുന്നു. നന്മ കൊണ്ട് കർത്താവെ അങ്ങ് നിറയ്ക്കുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവെ അങ്ങ് സഹായിക്കുന്ന ഞങ്ങളുടെ വൻ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പറയാൻ വേണ്ടി എന്റെ ബ്രദറിന്റെ പേരാണ് അജോ എന്നാണ്. എന്റെ അമ്മ ഇത് കേൾക്കുന്നുണ്ട്, ഈ പ്രാർത്ഥനയ്ക്ക് കൂടുന്നുണ്ട്. അമ്മയ്ക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റാത്തോണ്ടാണ് മാറ്റാത്തത്. അമ്മ കേൾക്കുന്നുണ്ട്. സിസ്റ്ററുടെ ബ്രദറാണ്. അമ്മ ഇതിന്റെ അകത്തുണ്ട്. അമ്മയുടെ മോൻ അല്ലേ? ആങ്ങള സിസ്റ്ററുടെ ആങ്ങള. എന്നതിന് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിച്ചോ. ദുഷ്ടപിശാചിന്റെ ഒരു പ്രവൃത്തി അവന്റെ ശരീരം വിട്ട്, ആ വ്യക്തിയുടെ വിട്ട് ശരീരം വിട്ട് അഴിഞ്ഞു പോവാണ്. വലിയൊരു സമാധാനം ഉള്ളത്തിൽ വന്ന് നിറയുകയും ആ സമാധാനം അന്തരീക്ഷത്തിൽ നിറയാൻ വേണ്ടി പോവാ. ലൈഫിൽ മൊത്തവും സ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടി പോവാ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എനിക്കറിയാം പല ആൾക്കാർക്കും മ്യൂട്ട് ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ ചിലപ്പം നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും കംപ്ലൈന്റോടായിരിക്കും നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റാതെ വരുന്നത്. ശ്രദ്ധിക്കുക. അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ നിങ്ങൾ ചെയ്യുക, ആലോചന ഇടപെടുന്നവർ. നന്ദി യേശുവേ. ഈ കൈയുടെ കുഴയ്ക്ക് വേദനയുള്ള ആരെങ്കിലും ഉണ്ട്? കൈയുടെ കുഴ, അതായത് നമ്മുടെ കൈയുടെ ജോയിന്റിന്റെ അവിടവും അതുപോലെ തന്നെ കൈയുടെ നടുഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തും വേദനയാൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? കൈയുടെ കുഴയ്ക്കും കൈയുടെ മുട്ടിന്റെ ആ ഭാഗം ഉണ്ടല്ലോ, കൈയുടെ കേട്ടെ ഇന്ന് കൈ എടുത്ത് വെച്ച് കൈ മുട്ടിന്റെ അവിടെയും കുഴയുടെ അവിടെയും വേദന ഉള്ളവര് വേഗത്തിൽ കൈ എടുത്ത് വെച്ച് മ്യൂട്ട് മാറ്റിക്കേ. ഇപ്പൊ പ്രാർത്ഥിക്കാനുള്ളവർ മ്യൂട്ട് മാറ്റിക്ക്. ഇപ്പം മ്യൂട്ട് മാറ്റണ്ട. കൈ അവിടെ വെച്ച് ആ കൈയിലോട്ട്, ഇടത് കൈക്കാണെങ്കിൽ ഇടത് കൈ എടുത്ത് വലത് കൈയിലോട്ട് വെക്കുക. വലത് കൈക്കാണെങ്കിൽ ഇടത് കൈ എടുത്ത് വലത് കൈ വെക്കുക. വലത് കൈക്കാണെങ്കിൽ രണ്ട് കൈയിലുമാണ് വേദനയെങ്കിൽ ആ രണ്ട് കൈയും ചേർത്ത് പിടിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ അങ്ങയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. ആ വേദന ഉള്ളവർ എന്റെ കൂട്ടത്തിൽ പറഞ്ഞോണേ, യേശു എന്റെ വേദന ചുമന്നതാ, യേശു എന്റെ രോഗം വഹിച്ചതാ, യേശു എന്റെ വേദന ചുമന്നതാ, കർത്താവ് എന്റെ രോഗം വഹിച്ചതാ, കർത്താവിന്റെ അടിപ്പിണരുകളാൽ എന്റെ യേശുവ രോഗശക്തിയെ ഞങ്ങൾ വിട്ടുവാണ്. ഞങ്ങൾ അതിനെ പുറത്താക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആ രോഗത്തിന്റെ ശക്തിയെയും രോഗത്തിന്റെ ദുരാത്മാവിനെയും ആ വേദന കൊണ്ടുവന്ന് പ്രിയമക്കളുടെ കരത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനത്തെ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ കരത്തിന്റെ മേൽ തീ കത്തട്ടെ, ആ സൗഖ്യത്തിന്റെ തീ കത്തട്ടെ, എല്ലാ അശുദ്ധിയും ചാമ്പലാകട്ടെ, സൗഖ്യത്തിന്റെ ശക്തി കത്തട്ടെ, സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, സൗഖ്യത്തിന്റെ ശക്തി ആ മസിൽസിന്റെ മേൽ, ഞരമ്പുകളുടെ മേൽ, ആന്തരിക അവയവത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് പവർ ഈസ് മൂവിംഗ്. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം, സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കൈകൾ ഉയർത്തട്ടെ, കൈകൾ കറക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ആമേൻ, 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 ആമേൻ. താങ്ക് യു ഫോർ ദ ഹീലിംഗ്. ഒന്ന് ചെക്ക് ചെയ്തേ, ആ കൈ പൊക്കിയും ഉയർത്തിയും തിരിച്ചു ഒന്ന് ചെക്ക് ചെയ്തോ? കൈ ഉയർത്തിയും തിരിച്ചും മറിച്ചും ചെക്ക് ചെയ്തോ? ചെക്ക് ചെയ്തോ?
ഇതിന്റെ അകത്ത് പ്രാർത്ഥിച്ചവർ ശരീരത്തിന്റെ എന്റെ ഇടത് കൈക്ക് കുറേ ആയി, ഒരു 2 വർഷത്തോളായി വേദനയായിരുന്നു. അപ്പൊ ഇപ്പൊ എന്റെ കർത്താവ് പൂർണ്ണ സൗഖ്യം തന്നു. വേദന ഇപ്പൊ ഒട്ടുമില്ല വേദന. ഇല്ല 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 ഇല്ല. ഓ യേശുവേ, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി, തൊട്ട കൃപയ്ക്ക് നന്ദി. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ, പ്രാർത്ഥിച്ച സഹോദരങ്ങളെ ഒന്ന് ചെക്ക് ചെയ്തേ, കൈ എവിടെയാണോ എന്താണ് കഴിയാത്തത്. സഹോദരി പറഞ്ഞത് 2 വർഷമായിട്ട് വേദനയായിരുന്നു, യേശു സൗഖ്യമാക്കി. അടുത്തയാള് ചെക്ക് ചെയ്തേ. എന്റെ കൈയുടെ മുട്ട്, 2 കൈയുടെ മുട്ടിനും വേദനയായിരുന്നു. കാര്യം ശരീരത്തിലെല്ലാം നീരുണ്ട്. അതുകൊണ്ട് ആ മുട്ടിന്റെ ഭാഗം, ജോയിന്റ്സിന്റെ ഭാഗത്തെല്ലാം വന്ന് നീര് കെട്ടിക്കിടക്കുക. കൈ ഇങ്ങനെ പൊക്കാൻ വയ്യായിരുന്നു. മുട്ട അനക്കുമ്പോഴൊക്കെ വേദനയായിരുന്നു. ഇപ്പം ബ്രദർ പ്രാർത്ഥിച്ചപ്പോ 2 മുട്ടിനും സൗഖ്യം വന്നു. ഓ എന്റെ യേശു, ഒട്ടും വേദനയില്ല. ഇല്ല. എത്ര നാള് സിസ്റ്റർ വേദന ചുമക്കുമായിരുന്നു? കുറെ 1-2 വർഷം കൊണ്ട് വേദനയാ. കാര്യം ദേഹത്തെല്ലാം എന്റെ എല്ലാരും കാണിക്കുമ്പോ നീര് കെട്ടിക്കിടക്കുവാന്നാ പറയുന്നത്. ഇപ്പോഴും ശരീരത്തൊക്കെ വേദനയുണ്ട്. ഇപ്പൊ രാവിലെയൊക്കെ രാത്രിയിലൊക്കെ കിടന്നിട്ട് എണ്ണീക്കാൻ വയ്യ, അതുപോലെ വേദനയായിരുന്നു. ഇപ്പൊ സൗഖ്യമായി, അതിവേദന സൗഖ്യമായി. ഓ എന്റെ യേശു, പൂർണ്ണമായിട്ട് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഇന്ന് പറ്റും. കൈയുടെ വേദന മാറിക്ക് പിന്നെ നീരിന് എന്തിനാ അവിടുത്തെ കാര്യം? ഇന്ന് യേശുവിന്റെ നാമത്തിൽ അത് പറ്റും, ഇന്ന് വറ്റി തീരും. ഇത്ര സൗകര്യം പറയാം, 2-3 വർഷമായിട്ട് നീര് നിമിത്തം ശരീരത്തിൽ മുഴുവൻ വേദനയായിരുന്നു, കയ്യിൽ അതുപോലെ വേദന, 2 മുട്ടിനും വേദനയായിരുന്നു. ഇപ്പൊ യേശു സൗഖ്യമാക്കി, പൂർണ്ണ സൗഖ്യം ലഭിച്ചു അല്ലേ? നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവ്. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ, കൈ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിക്കോ, ഒന്ന് ചെക്ക് ചെയ്തേ. അടുത്തയാള് ഇപ്പൊ വേദനയ്ക്ക് വേണ്ടി, കൈ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഹോദരങ്ങളെ ഒന്ന് ചെക്ക് ചെയ്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുക. ചെക്ക് ചെയ്തോ? ഇപ്പൊ പ്രാർത്ഥിച്ച ആൾക്കാർ ചെക്ക് ചെയ്തോ? ആരൊക്കെയാ പ്രാർത്ഥിച്ചത്? അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. ഞാൻ പ്രാർത്ഥിച്ചു ബ്രദറെ, എനിക്ക് മാറ്റമുണ്ട്. വേദന മാറി, കൈക്ക് മാറി. അതുപോലെ എന്റെ തോളീന്ന് ഈ വേദന നടുക്കുള്ള ജോയിന്റിനാ കൂടുതൽ വേദന. പക്ഷെ എന്റെ തോളീന്ന് എന്തോ ഇറങ്ങിയിട്ട് ആ ഭാഗത്ത് വന്ന് താഴോട്ടങ്ങ് പോകുന്ന പോലെ തോന്നി. എന്നിട്ട് വേദന ഇപ്പൊ അവിടെ ഉണ്ടോ? വേദനയില്ല. ഞാൻ ഈ പ്രാർത്ഥന കൂടുമ്പോ ഒരു എണ്ണയുണ്ട് എനിക്ക്, അത് പുരട്ടിക്കൊണ്ടിരുന്ന് തൈലം പുരട്ടിയിരുന്നാണ്, എന്നാലേ എനിക്ക് കൈകുത്തി എഴുന്നേക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പൊ വേദനയില്ല. ഇത്രയും നാളും തൈലം പുരട്ടിയാലേ എണീക്കാൻ പറ്റത്തുള്ളായിരുന്നു, അതുപോലെ വേദനയായിരുന്നു. ഇപ്പൊ സഹോദരി പറയാണ്, പ്രാർത്ഥിച്ചപ്പോ എന്തോ ഒന്നിങ്ങനെ എഴഞ്ഞു പോകുന്നത് അല്ലേ, കയ്യിൽ നിന്ന് താഴേക്ക് നടുവിലൂടെ എഴഞ്ഞു പോകുന്നത് പോലെ ഫീൽ ചെയ്തു. ഇപ്പൊ നോക്കിയപ്പോ വേദന, ഇപ്പൊ മനസ്സിലായോ? ആ രോഗശക്തി ഇറങ്ങിപ്പോയതാ. താങ്ക് യു. അപ്പൊ മനസ്സിലായോ? ഇപ്പൊ രോഗശക്തിയുടെ മേൽ കുഴമ്പ് ഒത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് കുഴമ്പ് ഒത്തിട്ട് മാറാത്തതിന്റെ കാരണം ഇത് രോഗമല്ല, രോഗശക്തിയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പം ആ രോഗാത്മാവ് ഇറങ്ങിപ്പോയി. അതോടെ എന്ത് ചെയ്തു? അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഈ രോഗാത്മാവിന്റെ മേലോട്ട് കുഴമ്പ് ഒത്തുകൊണ്ടിരിക്കുന്നത് വല്ല മാറ്റമുണ്ട്? ഇല്ല. യേശു തൊട്ട് കഴിഞ്ഞപ്പം അത്ഭുതം നടന്നു. ആമേൻ, ആമേൻ, ആമേൻ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അടുത്തയാള് ചെക്ക് ചെയ്യാവോ ഒന്ന്? അടുത്തയാള് വേദന ഉണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച സഹോദരങ്ങളെ സൗജന്യമായി കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തു തന്നത് പിടിച്ചെടുക്കുക. സൗഖ്യം എന്റെ അവകാശമാണ്. ഞാൻ വേദനയോട്ടിരിക്കുന്നത് യേശുവിന് ഇഷ്ടമല്ല പ്രിയരെ. യുദ്ധം ചെയ്യുക. യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ രോഗം അനുഭവിക്കത്തില്ല, ഞാൻ വേദന അനുഭവിക്കത്തില്ല, ഞാൻ ഇതിനെ ഏറ്റെടുക്കത്തില്ല. ധൈര്യത്തോടെ പറഞ്ഞോണം, സൗഖ്യം എന്റെ അവകാശമാണ് യേശുവിൽ. ആമേൻ. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പുത്രത്വം സൗഖ്യം എനിക്ക് തന്നിരിക്കുന്നതാണ്. റഹിമില്ല സിയാൻ തെരിമ. അടുത്തയാള് ചെക്ക് ചെയ്ത്. ഉർമല സിയാൻ തെരിമ. പറയാൻ വേണ്ടിയാണോ? പറയാൻ അല്ലാത്തവരെല്ലാം ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇപ്പൊ പ്രാർത്ഥിച്ചവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റാവോ? ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അവരോട് എനിക്കിത് സംസാരിക്കാനാ. യേശുവേ, ഇന്ന് സൗഖ്യം പ്രാപിച്ചവര് ചെക്ക് ചെയ്തേ. അതോടൊപ്പം തന്നെ കർത്താവിനുള്ളത്തിൽ പറഞ്ഞ് കെവിൻ എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ തമ്പുരാൻ നിയോഗം തരുക. കെവിൻ, ഈ കെവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതവിടെ നിൽക്കട്ടെ, ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടോ എനിക്ക് അറിയത്തില്ല. ഒരു വീടിന്റെ അകത്തൊരു ടയറും ഒരു നമ്മൾ വണ്ടിയുടെ ഒരു ടയർ, അത് വീടിന്റെ അകത്ത് കയറ്റി വെച്ചിരിക്കുന്ന ഒരു വീട് ഞാൻ കാണുക. അത് കെവിന്റെ വീട്ടിലാണെന്ന് എനിക്ക് അറിയത്തില്ല. കെവിനുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം. 2, ഈ വണ്ടിയുടെ ടയർ വീടിന്റെ അകത്ത് ഊരി വെച്ചിരിക്കുക. ഒറ്റ ടയറേ അവിടെ ഇരിപ്പുള്ളൂ. അതേത് വീടാണോ അവർ കൂടെ ഒന്ന് പ്രതികരിക്കാവോ? ലോർഡ് ജീസസ്,
നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഇന്ന് സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റി ഒന്ന് പറയാവോ? ഇന്ന് കെവിന്റെ ഭവനം ഏതാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോ. രണ്ട്, ഈ ടയർ ഇരിക്കുന്ന കെവിൻ എന്റെ മോനാ, പക്ഷെ ടയർ ഇല്ല. എന്നാ ടയർ വേറൊരു വീടുമായിട്ട് ബന്ധപ്പെട്ടത്, അതുകൊണ്ട് ഞാൻ രണ്ടും ഒരുമിച്ച് വന്നോണ്ടാ ഞാനത് ചോദിച്ചത്. ആ ടയർ ഇരിക്കുന്ന വീട് അവന് ഈ 10-ാം തീയതി 40 വയസ്സായി. കെവിന് ഇന്ന് കെവിന്റെ മേലുള്ള സകല ബാധകളെ ഞങ്ങൾ വെട്ടി പ്രാർത്ഥിക്കുന്നപ്പോ അവന് നല്ല ഭാവി ഉണ്ടാകട്ടെ, നല്ല ഭാവി ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ യേശുവേ, പ്രിയമകന്റെ ജീവിതത്തിൽ ഒരു തക്ക തുണ ഉണ്ടാകട്ടെ, നല്ലൊരു വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ സാക്ഷ്യം തുറന്നു വരട്ടെ. ഓ എൻ്റെ യേശുവേ, ഞങ്ങളുടെ കൃപ വ്യാപരിക്കുന്നു, കൃപ വ്യാപരിക്കുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എന്റെ മകന്റെ മകനാ. വണ്ടിയുണ്ട്, കാറുണ്ട്, പക്ഷെ വണ്ടിയുടെ ചക്രം വീട്ടിനകത്തുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. ചക്രം ചിലപ്പോൾ ഇരിക്കുന്നത് വേറൊരു വീടുമായിട്ട് ബന്ധപ്പെട്ട ആലോചന. അതുകൊണ്ട് ഞാൻ അത്രയും സ്ട്രെസ് ചെയ്ത ആലോചന പറയാഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഇന്ന വീട്ടിൽ എന്ത് കാണുന്നുള്ളത്. അപ്പൊ കെവിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കും തന്നെ ഇതും കയറി വന്നു. ടയർ ഇരിക്കുന്ന ഭവനം അത് ഏത് ഭവനമാണോ? വീടിന്റെ അകത്താണ്, പുറത്തല്ല, അകത്താണ് ഇതിരിക്കുന്നത്. ഞാന് ഞങ്ങളുടെ വീട്ടിലിവിടെ ദുബൈയില് ഫ്ലാറ്റില് ഹോളിന്റെ സൈഡില് ബാൽക്കണിയിൽ ഒരു ടയർ ഇരിപ്പുണ്ട്. എന്റെ മോന്റെ ഫ്രണ്ടാണ് കെവിന്. മോന്റെ ഫ്രണ്ടാണ് കെവിന്. അതെ അതെ. ഈ ടയർ നമ്മുടെ ടയർ വണ്ടിയുടെ അതെ അതെ, മോന്റെ കാറിന്റെ ടയറാണ് ഇവിടെ ബാൽക്കണി വെച്ചിരിക്കുന്നത്, സ്റ്റെപ്പിനി ടയർ. വീടിന്റെ അകത്തോട്ട് കയറ്റി വെച്ചേക്കുവാ. അതെ, ഫ്ലാറ്റിൽ തന്നെ ഹോളിന്റെ സൈഡിലെ ബാൽക്കണിയിൽ ഇരിപ്പുണ്ട്. ഓ, അപ്പൊ കെവിൻ അവിടെ തന്നെ ഉള്ളതാ? കെവിൻ ഇവിടെ അല്ല, കെവിൻ മോന്റെ ഫ്രണ്ടാണ്, എന്റെ മോന്റെ ഫ്രണ്ടാണ് കെവിന്. അപ്പൊ ഈ സാധനം അവിടെ ഇരിപ്പുണ്ട്, ടയർ ഇരിക്കുന്ന ഭവനം. ടയർ ഇവിടെ ഇരിപ്പുണ്ട് ഹോളിൽ തന്നെ ബാൽക്കണിയിൽ. ആ വാഹനം നമുക്ക് ഇപ്പൊ ഉണ്ടോ? ഉണ്ട്. മോന്റെ കാറാണ്, എന്റെ മോന്റെ കാറാണ്. കർത്താവ്, ഞങ്ങൾ ആ വാഹനത്തെ പൊരിഞ്ഞു പ്രാർത്ഥിക്കുന്നപ്പ അനർത്ഥം വിട്ടൊഴിഞ്ഞു പോട്ടെ, അനർത്ഥം വിട്ടൊഴിഞ്ഞു പോട്ടെ. ഒരടയാളമായിട്ട് കർത്താവ് എന്നെ കാണിച്ചതാണ് കേട്ടോ. യേശുവിന്റെ നാമ ദുഷ്ടപിശാചേ, നീ മറഞ്ഞിരുന്ന് നോക്കാൻ വെച്ചിരിക്കുന്ന സകല അനർത്ഥങ്ങളെയും ഞങ്ങൾ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുവാണ്. ആ വാഹനത്തെ പൊതിയുന്നു, ദൂതന്മാര് കാവലാകുന്നല്ലോ. ആ വാഹനത്തിലുള്ള കർത്താവ്, പ്രിയ മകൻ പോകുമ്പോൾ ദുഷ്ട നീ പദ്ധതിയിട്ട പ്ലാനുകളെ വെട്ടിക്കളയുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അതോടൊപ്പം തന്നെ ഈ കഴുത്തിന്റെ പുറകോട്ട് താഴെ നമ്മുടെ പുറത്തിന്റെ വശം ഉണ്ടല്ലോ, നടുവിന്റെ ആ നടുഭാഗവും പുറത്തിലെ ആ ഭാഗവും പല സമയങ്ങളിൽ പൊളിഞ്ഞു പോകുന്ന രീതിയിൽ, പുറം പൊളിയുന്ന രീതിയിലെ വേദനകളും, അതുകൂടാതെ ഈ നടുവിന് മിന്നൽ, അതായത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാൽ വല്ലാതെ ഭാരപ്പെടുന്ന ചില വ്യക്തികൾ, അങ്ങനെ ആരെങ്കിലും ഇതിന്റെ അകത്തുണ്ടോ? ഒന്ന് കൈവെക്കാവോ? എത്ര പേരുണ്ട്? എന്റെ പ്രിയരെ, യേശുവിന്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ച് അവിടെ കൈവച്ചിരുന്ന രോഗശക്തി അഴിയുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പ അസ്ഥികളുടെ മേൽ, ഞരമ്പുകളുടെ മേൽ വ്യാപരിച്ചു നിൽക്കുന്ന ദുഷ്ടപിശാചേ, നിന്റെ ആലോചനകളെ ഇപ്പൊ തകർക്കുന്ന യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാനാ യേശു വന്നിരിക്കുന്നത്. In the name of Jesus, Gorabalkeria. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. എല്ലാ കറബസ്തിയ. ഈ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ സുധ എന്ന് പറയുന്ന ചേച്ചിയുള്ള ആരെങ്കിലും ഉണ്ടോ ഈ പ്രാർത്ഥന? പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ഏപ്രിൽ മാസം 17 ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിന്റെ അകത്തുണ്ടോ ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടത്തിൽ? ഏപ്രിൽ മാസം ഓ, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. അല്ല, സുധയുടെ അല്ല ഞാൻ ചോദിച്ചത്. സുധ എന്നുള്ളത് ചേടുത്തിയുള്ള ആ വ്യക്തി അല്ലാതെ ഏപ്രിൽ മാസം 17 എന്നുള്ള ഒരു ഡേറ്റ് കൂടെ കർത്താവ് എന്നെ കാണിക്കുവാണ്. ഇന്ന് അങ്ങനെ ചില വ്യക്തികളുടെ മേൽ നിന്നും കർത്താവിനോട് ചില കാര്യങ്ങൾ കട്ട് ഓഫ് ആയി പോകുന്നതായിട്ട് ഞാൻ കാണുക. ലോർഡ് ജീസസ്, ഇപ്പൊ ആ വേദനയുള്ളവരെല്ലാം കൈവച്ച്. ഓ യേശുവേ, കർത്താവേ. ബ്രദറെ, എന്റെ കൈമുട്ട് ഒരു 2 മാസം വരെ ആയി ബ്രദറെ.
കൈമുട്ടിന്റെ എല്ല് ഭാഗം ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് ചെറിയ ടിന്നുകൾ പോലും എടുക്കാൻ പറ്റില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പ്രാണം പോണ വേദനയായിരുന്നു ബ്രദറെ. ഇപ്പം കയ്യിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചപ്പോ പൂർണ്ണ സൗഖ്യം തന്നു ബ്രദറെ. എന്റെ യേശു, എല്ലിന്റെ വേദന മാറി. സഹോദരി പറഞ്ഞു കേട്ടില്ലേ? ആ എല്ലിൻ പ്രാണൻ പോകുന്ന വേദനയായിരുന്നു. എന്നാൽ യേശുവിന്റെ രോഗസൗഖ്യത്തെ പറ്റി കേട്ടു. ഒട്ടും വേദനയില്ല. ഇല്ല ബ്രദറെ, ഞാൻ ഇത്രയും നേരം കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ച് എല്ലില് കൈ വെച്ച് അമർത്തി അമർത്തി ഇത്രയും നേരം നോക്കി ബ്രദറെ. എന്റെ കർത്താവേ, അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് തന്നെ. സഹോദരി പറഞ്ഞു കേട്ടില്ലേ? പ്രാണൻ പോകുന്ന വേദനയായിരുന്നു. യേശു തൊട്ട് സൗഖ്യമാക്കി. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആ പുറത്ത് വേദന ഉള്ളൊരു കൈവച്ച്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, അങ്ങയുടെ അത്ഭുത കരത്തെ ഇന്ന് റിലീസ് ചെയ്യുക. എന്റെ യേശുവെ, കൈവച്ച് അവിടെ വേദനയുള്ളവരെല്ലാം കൈവച്ച്, നടു മുതൽ പുറം വരെ. ഈ സമയത്ത് എവിടെയൊക്കെ വേദന ഉള്ളവരുണ്ടോ ആ കൂട്ടത്തിൽ കൈവച്ചോണേ. നിങ്ങളും കൈവച്ചോണേ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തിയുടെ വ്യാപാരം വെളിപ്പെടട്ടെ. അങ്ങയുടെ അത്ഭുത കരം എന്ന് വെളിപ്പെടട്ടെ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ രോഗശക്തിയോട് കൽപ്പിക്കുന്ന ഇറങ്ങുക. ആ രോഗത്തിന്റെ ദുരാത്മയോട് കൽപ്പിക്കുന്ന ഇറങ്ങുക. യേശുവിന്റെ നാമത്തിൽ കമാൻഡ് ചെയ്യുന്ന ഇറങ്ങിപ്പോയി. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. ആ വേദന ഇപ്പോൾ തന്നെ വേരോടെ ശരീരത്തിന്റെ അകത്തുനിന്ന് പറിച്ചെടുക്കുന്നപ്പ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. The power of the Holy Spirit is moving in the name of Jesus. Thank you, Holy Spirit. അത്ഭുതങ്ങൾക്ക് നന്ദി. അത്ഭുതത്തിന് നന്ദി. അത്ഭുതത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ വേഗത്തിൽ ചെക്ക് ചെയ്യാവോ? ഇപ്പൊ വേദന ഉണ്ടെന്ന് പറഞ്ഞ സഹോദരങ്ങളൊന്ന് ചെക്ക് ചെയ്യാവോ? ഇപ്പൊ ആ പുറത്ത് വേദനയാൽ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ച സഹോദരങ്ങളെ കൈ മാറ്റിക്കേ. ഇനി ഒന്ന് തിരിഞ്ഞോ ചാടിയോ തിരിഞ്ഞോ മറിഞ്ഞോ ഒക്കെ ഒന്ന് നോക്കിക്കേ. എന്തുവാണ് നിങ്ങളുടെ പുറത്ത് ഇപ്പൊ വന്ന വ്യത്യാസം? എന്തുവാണ് ഇപ്പൊ ശരീരത്തിന്റെ അകത്തുണ്ടായ വ്യത്യാസം? ഒന്ന് മ്യൂട്ട് മാറ്റി പറയാവോ? പ്രാർത്ഥിച്ചവര് എന്തുവാ വ്യത്യാസം പ്രാർത്ഥിച്ചപ്പം? പൂർണ്ണ എനിക്ക് ഭയങ്കരമായിട്ട് ഈ വയറിനോടൊപ്പം തന്നെ നടുവിന് ഭയങ്കര വേദനയായിരുന്നേ. അതിപ്പം പാസ്റ്റർ ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അത് പൂർണ്ണമായിട്ട് മാറി. എന്റെ യേശു, എത്ര നാളാ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സിസ്റ്ററെ? എനിക്ക് കൊളോണോസ്കോപ്പി എൻഡോസ്കോപ്പിയും പറഞ്ഞേക്കുമായിരുന്നേ ഒരു 21 ദിവസത്തേക്കിന്. അപ്പുറത്തേക്കിന് അതിന് പോയില്ല. ഞങ്ങള് കർത്താവിനെ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പം ബ്രദർ പ്രാർത്ഥിച്ചപ്പോ എനിക്ക് ഒരു 2.5 മാസത്തോളം ഈ വേദന ഉണ്ടായിരുന്നു, നടുവേദന. ഇപ്പൊ പൂർണ്ണമായിട്ട് സൗഖ്യമായി. എന്റെ കർത്താവെ, തൊട്ട് പിടിപ്പിച്ച കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേ. അടുത്തയാള് ചെക്ക് ചെയ്തേ. അടുത്തയാള് ഒന്ന് വേഗത്തിൽ ചെക്ക് ചെയ്ത്. എന്താണ് നിങ്ങളുടെ കർത്താവ് ശരീരത്തിനെ വിളിച്ചത്? മ്യൂട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ബ്രദറെ, എന്റെ കൈയിന്റെ മുട്ടിന്റെ ലിഗമെന്റ് ചെറുതായിട്ടൊന്ന് കട്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ വേദന ഇപ്പൊ എനിക്ക് കുറവുണ്ട്. പോരാ, വ്യത്യാസമുണ്ട്. എന്തായാലും വ്യത്യാസമുണ്ട്. അപ്പൊ സൗഖ്യം ശരീരത്തിന്റെ അകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ കൈ വെച്ച് പറയും, കർത്താവെ, പൂർണ്ണ സൗഖ്യമാണ് എന്റെ അവകാശം. അങ്ങനെ തന്നെ പറഞ്ഞു, കർത്താവെ, അങ്ങ് എനിക്ക് വേണ്ടി പൂർണ്ണ സൗഖ്യം നേടിത്തന്നു. അതാണ് എന്റെ അവകാശം. ആ പൂർണ്ണ വിടുതലേക്ക് തന്നതിനായി നന്ദി. ഇങ്ങനെ പറഞ്ഞോണേ. ഇന്ന് തന്നെ കാണും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. അടുത്തയാള് ആരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? മറ്റാരെങ്കിലും ഉണ്ടോ? കേട്ടില്ല സിസ്റ്റർ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഭർത്താവിന് ഇങ്ങനെ ചങ്ങല എന്നെ ബ്ലോക്ക് ചെയ്തുള്ളത്. ആശുപത്രി കൊണ്ടുപോയി. അപ്പൊ പെട്ടെന്ന് കൊണ്ടുപോകണം. ഒരു അറ്റാക്ക് വന്നതാണ്, നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോയി കാണിക്കണമെന്ന് ഇവിടെ മല്ലപ്പള്ളിയിലെ ആശുപത്രി ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇന്ന് തന്നെ ആശുപത്രി കൊണ്ടുപോയി. ഇന്നലെ പാസ്റ്ററോട് വിളിച്ചു പറഞ്ഞായിരുന്നു പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പ്രാർത്ഥനയുടെ സമയത്ത് പറഞ്ഞു. പാസ്റ്റർ പ്രാർത്ഥിച്ചു, മക്കളെല്ലാവരും പ്രാർത്ഥിച്ചു. ഇന്ന് ഞങ്ങൾ കൊണ്ടുപോയി എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നോക്കി. അപ്പൊ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. കോട്ടയത്ത് കാരിത്താസിലാ പോയത്. എല്ലാ ടെസ്റ്റും ചെയ്തു. ഒരു കുഴപ്പമില്ല, അറ്റാക്ക് ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നവും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. പാസ്റ്ററെ, നന്ദി കർത്താവേ, അത്ഭുതം ചെയ്ത കുഴപ്പവും കൂടാതെ തീർച്ചയായിട്ടും കർത്താവ് സഹായിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. എന്ന് പറഞ്ഞതുപോലെ ഡോക്ടർ തന്നെ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന്. വലിയ ഭയത്തോടെ പോയതാണ്.
പക്ഷെ കർത്താവിന്റെ കൃപയാല പ്രാർത്ഥനയെ ദൈവം അംഗീകരിച്ചതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കും. അടുത്തയാള് മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ആ ആ പറഞ്ഞു. ഹലോ, പ്രൈസ് ദി ലോർഡ്. ആ പാസ്റ്റർ, കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥന ആവശ്യപ്പെട്ടു. അവൾക്ക് ബ്ലീഡിംഗ് ആയിട്ട് വളരെ ഭാരപ്പെട്ടു. അപ്പോൾ പ്രാർത്ഥന അന്ന് ചോദിച്ചു. പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവൾക്ക് നല്ല സൗഖ്യം കിട്ടി. ഡോക്ടറെ കാണിച്ചപ്പോൾ അടുത്ത മാസം ഒന്നുകൂടെ ചെക്കപ്പിന് ചെന്നിട്ട് ചെക്കപ്പിനൊക്കെ പീരിയഡ്സ് ആവുന്നതിൻ്റെയാണ്. അപ്പോൾ ഫൈബ്രോയിഡ് എന്തെങ്കിലും ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അന്ന് പ്രാർത്ഥിച്ചപ്പോ അന്ന് നല്ല സൗഖ്യം കിട്ടി. നോർമലായുള്ള ബ്ലീഡിംഗ് നോർമലായല്ലേ? അതെ. നന്ദി കർത്താവൻ കൊടുത്ത വിടുതലിന് നന്ദി, സൗഖ്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ആ ബ്രദർ ഒരു സാക്ഷ്യമുണ്ട് പറയാനായിട്ട്. ആ ബ്രദർ ഒരു സാക്ഷ്യമുണ്ട്, അത്ഭുത സാക്ഷിയാണ്. ഇന്ന് മോള് ജോലി കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു. അപ്പൊ പാലം കയറിയിട്ട് അവൾ നടന്നു വരുമായിരുന്നു. അപ്പൊ രണ്ടുപേരും മദ്യപിച്ച് വണ്ടി ഓടിച്ചു വന്നിട്ട് കുഞ്ഞിനെ ഇടിച്ചിട്ട് അവള് റോഡിലേക്ക് വീണു. പക്ഷെ അന്നേരം ഒരു വണ്ടി പോലും വന്നില്ല. അവൾ അന്നേരം തന്നെ ദൈവത്തിന് ചാടി എണീറ്റ് അവൾക്ക് നടുവിലൊക്കെ വേദന ഉണ്ടെങ്കിലും ദൈവം വലിയൊരു അപകടത്തിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിച്ചു. ബ്രദർ, ദൈവത്തിന് ഒത്തിരി മഹത്വം പറയുന്നു. നന്ദി കർത്താവ്. ഇന്ന് സഹോദരി പറഞ്ഞ പോലെ ദുഃഖഭവനം വിലാപഭവനം ആകേണ്ട സ്ഥാനത്ത് തമ്പുരാൻ സൂക്ഷിച്ചല്ലോ. അപ്പൊ അനർത്ഥം വ്യസന കാരണമാകാതെ ദൈവമേ അങ്ങ് സഹായിച്ച കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ഇന്നൊരു ദുഃഖമാകേണ്ട സ്ഥാനത്ത് തമ്പുരാൻ സാക്ഷ്യം പറയാൻ ഇടയാക്കിയല്ലോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ, മകളെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. മകൾ 3rd ഇയർ MBBS എല്ലാം പാസ്സായി ബ്രദർ. അവിടെ കോളേജിലെ ഫീസ് അടയ്ക്കാനും പിന്നെ അവിടെ ഹോസ്റ്റൽ ഫീസ് എല്ലാം ദൈവം സഹായിച്ചു. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് അത്ഭുതകരമായ എല്ലാ കാര്യങ്ങളും ഇതുവരെയും ചെയ്ത ദൈവത്തിന് കോടാനുകൂടി മഹത്വ സ്തോത്രം. ഈ വർഷം ഇത് 3rd ഇയർ ആണ് ബ്രദർ. ഇനി അടുത്ത 4th ഇയർ ആണ്. നന്ദി കർത്താവ്. ഇന്ന് മകളെ കർത്താവ് സൂക്ഷിച്ചല്ലോ. ഇനി അടുത്ത വർഷങ്ങളിൽ അപ്പൊ ഉന്നത ജയവും എല്ലാ ഡോറുകളെയും തുറന്നു പ്രാർത്ഥിക്കുന്നു. അപ്പൊ നന്മ കൊണ്ട് നിറയ്ക്കണേ. സാക്ഷ്യമാക്കി മാറ്റുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തോ പുറം വേദനയായിരുന്നു ബ്രദറെ. ഇപ്പൊ ബ്രദർ ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ പൂർണ്ണ സൗഖ്യം കിട്ടി ബ്രദറെ. ഇപ്പൊ ഒട്ടും വേദനയില്ല? ഒട്ടും വേദനയില്ല. ഓ എന്റെ യേശു. ആമേൻ. എന്റെ യേശു. ഭാഗത്തുനിന്ന് ആ എല്ലിന് ഭയങ്കര വേദനയായിരുന്നു കുറച്ച് ദിവസം. എല്ലിന് വേദനയായിരുന്നു. ഇപ്പൊ മാറി അല്ലേ? നന്ദി കർത്താവേ. അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാളും ചെക്കി. ബ്രദറെ, എന്റെ മോനില്ല ബ്രദറെ, കുറെ നാള് മദ്യപിക്കില്ല, കുറച്ചാളയുമ്പോൾ വീണ്ടും മദ്യപിക്കില്ല. എനിക്ക് വലിയ വിഷമ ബ്രദറെ. ഒന്ന് പ്രാർത്ഥിക്കും ബ്രദറെ. അപ്പൊ ഞങ്ങൾ ആ മദ്യപാനത്തിന് ദുരാത്മാവിനെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അവന്റെ മേൽ വ്യാപരിക്കുന്ന സകല മദ്യത്തിന്റെയും ആസക്തികളുടെ ദുരാത്മാക്കളെ പിടിച്ചു കെട്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ മദ്യത്തോട് അവന് വൈരാഗ്യം ഉണ്ടാകട്ടെ. കർത്താവിനോടുള്ള അടുക്കം അവൻ വർദ്ധിക്കട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷി? എന്റെ കഴിഞ്ഞത്തെ പ്രാർത്ഥനയിൽ എന്റെ കൈക്ക് കാരണം ഇങ്ങനെ തോള് തൊട്ട് കൈവിരല് വരെ കഴിക്കുന്ന കണക്കും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. മൊത്തത്തിൽ തേയ്മാനം ഉണ്ട് എനിക്ക്. അങ്ങനെ അതിന്റെ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഇന്നലത്തെ പ്രാർത്ഥനയിൽ ആ വലത്തേക്കായിട്ട് ആ അസ്വസ്ഥത മാറി. മുഴുമുഖത്വവും കർത്താവേ സൗഖ്യം. ബ്രദറെ, ഒരു കാര്യം കൂടെ, എന്റെ കൊച്ചുമോളെ തൊണ്ടയ്ക്ക് ചെറിയൊരു നീക്കം പോലെ കർത്താവ് ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ കൊച്ചുമോളുടെ സൗഖ്യം നടക്കട്ടെ. ദൈവം കൊടുത്ത തേയ്മാനമായിരുന്നു ശരീരത്തിൽ. പക്ഷെ കർത്താവ് വിടുതൽ കൊടുത്ത വേദന പൂർണ്ണമായിട്ട് മാറ്റി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. അന്യഭാഷ പ്രാർത്ഥന ഉടനെ ഉണ്ടാ ബ്രദർ? ഉണ്ട് സിസ്റ്ററെ. ഈ പ്രാവശ്യം നമ്മള് അന്യഭാഷ പ്രാർത്ഥന ഞാൻ പറഞ്ഞതുപോലെ തന്നെ അന്യഭാഷ പ്രാർത്ഥന നമ്മള് ഞാൻ പറയാൻ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇന്നാള് ചെയ്ത പോലെ അല്ല, വേറെ രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതിന്റെ ഒരു ട്രയല് നമ്മൾ എറണാകുളത്തോ കോട്ടയത്തോ ഒന്നും കൂടെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കി എല്ലാ സ്ഥലത്തും ചെയ്യാൻ വേണ്ടി കേട്ടോ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ?
ബ്രദറെ, നമ്മുടെ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂര് ഒരു പ്രാർത്ഥന വെക്കാൻ പറ്റുമോ? നോർത്ത് പറവൂർ നമുക്ക് വെക്കാൻ ബ്രദറെ. എന്തായാലും നമ്മൾ നോക്കുന്നുണ്ട് ബ്രദറെ, ഹോള് നോക്കുന്നുണ്ട്. അതിന്റെ ക്രമീകരണങ്ങളൊക്കെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പറഞ്ഞു. എനിക്ക് രാത്രി കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോ കർത്താവെ, ഞങ്ങളുടെ അത്ഭുതകരം ഇന്ന് ഉണ്ടാകട്ടെ. യേശുവിന് അതെല്ലാ ശാരീരിക ബുദ്ധിമുട്ടും പൂർണ്ണ സമപ്രിയമാണ് കർത്താവെ. ഇന്ന് വീൽ ചെയറിലായിരിക്കുന്നല്ലോ അപ്പ കർത്താവ്, ഞങ്ങൾ നടക്കുന്നത് കാണും. യേശു ജീവിക്കുന്നുണ്ട് പ്രിയമകൾ, നടക്കും കർത്താവെ. ഇന്ന് കാലൂന്ന് എണീക്കാന്ന് പറഞ്ഞതുപോലെ അഭിഷേകത്തിന്റെ ശക്തി ആ ശരീരത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അവിടെ വ്യാപരിക്കട്ടെ. ഞങ്ങളിപ്പോൾ തന്നെ കർത്താവെ രോഗത്തെയും വേദനകളെയും ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വലിയ കൃപകളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ബാക്കി സാക്ഷ്യങ്ങൾ നമുക്ക് നാളെ കേൾക്കാം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന്